അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى آله وأصحابه الكرام. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم إذا مات الإنسان انقطع عمله إلا من صلاة علم ينتفع به أو ولد صالح يدعو له أو صدقة جارية. صدق رسول الله. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. سريت من حرمي ليلا إلى حرمي كما ترى البدر في داج من الظلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ ഈ മഹലിൻ്റെ
അഭിമന്യനായ ഖത്തീബും എൻ്റെ പ്രിയ സുഹൃത്തുമായ അനീഫി ഉസ്താദ് അവരുകൾ, ഈ മഹത്തായ മഹല്ല് കമ്മിറ്റിയുടെ ആദരണീയനായ പ്രസിഡന്റ് ഉമർ ഹാജി അടക്കമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കൾ, പണ്ഡിതന്മാർ, എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ വിശ്വാസിനികളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും പറയലും കേൾക്കലുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളായി അല്ലാഹു നമ്മളിൽ കബൂൽ ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, വേണ്ടപ്പെട്ട സർവ്വഗുണകാംക്ഷികൾ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഇതിനോട് സഹകരിച്ച് സഹായിച്ച പ്രവർത്തിച്ച സർവ്വ ആളുകൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ നാട്ടിൽ അല്ലാഹു ഖിയാമത്ത് നാളോളം ഇസ്സത്തും റഹ്മത്തും ബറക്കത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തായി മരിച്ചു കിടക്കുന്ന നമ്മുടെ മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മൾ അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൊടുക്കട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ആലിക്കുഞ്ഞി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെല്ലാം സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവന്ന ഉമ്മമാര്, രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ ആരും റോട്ടിലേക്ക് വിടരുത്. വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിന് സംഘാടകരും കൂടി പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. കാരണം റോഡ് വക്കിലുള്ള പള്ളിയാണ്. വാഹനങ്ങളൊക്കെ വളരെ വേഗതയിൽ വരുന്ന സമയങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആവശ്യമില്ലാതെ കുട്ടികളെ അങ്ങാടിയിലേക്ക് കടല വാങ്ങാനും മിഠായി വാങ്ങാനൊന്നും വിടരുത്. കാരണം ഇൽമിന്റെ മജ്ലിസിലേക്കാണ് ഉമ്മമാരൊക്കെ വന്നിരിക്കുന്നത്. വെറും ടൈം പാസിന് വന്നതല്ല. കൊല്ലത്തിൽ ആകെ 2-3 ദിവസം കിട്ടുന്ന വിജ്ഞാന വേദികൾ എത്ര ലക്ഷങ്ങൾ കൊടുത്താലും കോടികൾ കൊടുത്താലും വിലമതിക്കാനാവാത്ത ഒരു മഹത്തായ മജ്ലിസാണ് ഇൽമിന്റെ മജ്ലിസ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ പ്രാധാന്യം അല്ലാഹു ഖിയാമത്ത് നാളോളം നിലനിർത്തി തരട്ടെ. ബടക്കോടി എന്ന് പറയുന്ന ഈ വിശാലമായ, ഈ സുന്ദരമായ പ്രദേശത്ത് എല്ലാ ആഴ്ചയിലും കഴിച്ചു വരാറുള്ള സ്വലാത്തിന്റെ ഒരു വാർഷികം എന്നോണം 2 ദിവസം, 2ാമത്തെ ദിവസമാണ് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നടക്കുന്നത്. വളരെ ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നലത്തെ ഉസ്താദ് സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസിന്റെ വാർഷികമാകുമ്പോൾ ബറക്കത്തിന് വേണ്ടി ചെറിയൊരു സംഭവം സ്വലാത്തുമായി ബന്ധപ്പെട്ടത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മറ്റുള്ള ചില വിഷയങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്ത് വയലിന്റെ നോട്ടീസിൽ ഓരോ സബ്ജക്റ്റുകൾ കൊടുത്തു കാണും. ഇവിടെ അങ്ങനൊരു വിഷയം കാണാത്തത് കൊണ്ട് എന്ത് പറയണം, ഏത് രീതിയിൽ പറയണമെന്ന് നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത് ജബ്ബാർ സാഹിബിനോടൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് എന്ത് വിഷയം പറയണമെന്ന് ഇവിടെ തീർമാനിക്കാൻ പറ്റൂല. കാരണം സദസ്സിന്റെ ഓഡിയൻസ് നോക്കിയിട്ടേ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ജനങ്ങളെ നോക്കിയിട്ടാണ്, ആളുകളുടെ നിലവാരം നോക്കിയിട്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക. ചില സ്ഥലത്ത് ഈ അടുത്തൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയി നോക്കുമ്പോൾ ആധുനിക മതം ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രസക്ത ആഗോള തലത്തിൽ എന്ന വിഷയത്തിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നോട്ടീസിൽ കാണിച്ചു. അന്നങ്ങനെ ഞാനവിടെ പ്രഭാഷണത്തിന് വേണ്ടി അതിനുവേണ്ട ഒരുക്കങ്ങളും കുറിപ്പാത്തുകളൊക്കെ റെഡിയാക്കി കൊണ്ടുപോയി നോക്കുമ്പോൾ സദസ്സിലാകെ കാണുന്നത് 50 വയസ്സിനേക്കാളും മേലെയുള്ള 10-25 പ്രായമുള്ള ആജിയാക്കന്മാർ, അത് കഴിഞ്ഞാൽ 10, 15, 18 വയസ്സിനേക്കാളും താഴെയുള്ള കുറച്ച് കുട്ടികൾ, മധ്യവയസ്കിലുള്ള 20-ന്റെയും 40-ന്റെ ഇടയിലുള്ള വിദ്യാഭ്യാസപരമായി നോളേജുള്ള ഒരു വിഭാഗം ആളുകൾ അവിടെ കാണാത്തത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ വിഷയം കൈകാര്യം ചെയ്താൽ LKG പഠിക്കുന്ന കുട്ടികളോട് SSLCന്റെ ക്ലാസ് എടുത്ത മാതിരിയാവും അല്ലേ? LKG ABCD അറിയാത്തവനോട് ഞാൻ എന്റെ അറിവിന്റെ തൂക്കം മനസ്സിലാക്കാൻ വേണ്ടി സംസാരിച്ചത് കൊണ്ട്
ആ കാര്യങ്ങൾ മനസ്സിലാക്കും. അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് ഏതൊരു ഇതിന്റെയും അതിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നവരോടാണ്. ചില സ്ഥലത്തൊക്കെ യുവാക്കളും ധാർമ്മിക ബോധവും എന്ന വിഷയം കാണും. അവിടെ പോയി നോക്കുമ്പോൾ മറ്റൊരു യുവാത്തിന് ബർക്കത്തിന് വേണ്ടി ഒരു ബാല്യക്കാരനെ ചോദിച്ചാൽ ആ സദസ്സിൽ ഉണ്ടാവൂല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ബാല്യക്കാരോട് ഈ യുവത്വത്തിന്റെ മഹത്വം പറയുമ്പോൾ 80 വയസ്സായ ആജിയാറ് മനസ്സിൽ തോന്നും, പടച്ചോനെ ഇത്രയും മഹത്വമുള്ള എന്റെ ആയുസിനെ ഞാൻ കളഞ്ഞിട്ട് എന്റെ ആയുസ് തീർന്നല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാന്നല്ലാതെ വേറൊരു ഗുണം അതിൽ കാണാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇൻഷാ അല്ലാഹ് നമുക്ക് ജനറലായി ചില വിഷയങ്ങൾ നമ്മുടെ ജമാഅത്ത് സംബന്ധമായി നമുക്ക് ജീവിതത്തിലൂടെ എപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില അത്യാവശ്യ വിഷയങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട്, ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട്, ഒരു ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇടപെടണം, എല്ലാത്തിനും വളരെ വ്യക്തമായ മാർഗദർശനം തന്നുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ സദസ്സിൽ ആള് കുറവാണെന്നുള്ള ഒരു പരാതി എനിക്കില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 10 മണിയല്ല സമയം, 10 മണിക്കാ നിർത്തണേ, മുന്നേ നിർത്തണം. 10 മണിക്ക് ദുആ തീരണം. ഏതായാലും അഡ്വാൻസ് ആയി നിങ്ങൾ പറയുന്നു 10. എന്റെ സമയം ഞാൻ എവിടെ നീട്ടി വലിക്കാറില്ല. നിങ്ങൾ പറഞ്ഞാൽ 10 മണിക്ക് പറഞ്ഞാൽ 9:59 നമുക്ക് പിരിഞ്ഞു പോകാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിൽ ആരും എഴുന്നേൽത്ത് പോകരുത്. കാരണം കുറഞ്ഞ ആളുകളാണ്. കാരണം എല്ലാ സ്ഥലത്തും ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ ഞാൻ അവിടെ ആ ജമാഅത്തുകാരോട് പറഞ്ഞു, അടുത്ത കൊല്ലം നിങ്ങൾക്കൊരു പാടാണ്, അടുത്ത കൊല്ലം നിങ്ങൾ വയൽ നടത്തണം, നിർത്തരുത്. സംഘാടകർക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു മാനസികമായ അവസ്ഥയുണ്ട്. ആളുകൾ വരൂല എന്ന് പറഞ്ഞിട്ട് ഇത് നിർത്താനുള്ളതല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായാൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു മനുഷ്യന്റെ വയൽ കൊണ്ട് ഒരു മനുഷ്യൻ നന്നായാൽ, ഒരു കുട്ടി നന്നായാൽ, ഒരു സ്ത്രീ നന്നായാൽ, ഒരു ബാല്യക്കാരന് നന്നായാൽ, ഒരാൾ നിസ്കരിക്കാത്ത ഒരാൾ വയൽ കൊണ്ട് 2-3 ദിവസത്തിന്റെ വയൽ കൊണ്ട് എന്ത് നേടി എന്ന് ആളുകൾ നമ്മൾ പരിഹസിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു നിസ്കാരമില്ലാത്ത ഒരു കുട്ടി, ഒരു മനുഷ്യൻ നന്നായാൽ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മദീന വിട്ടുകൊണ്ട് പോകാൻ പ്രയാസപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന വിട്ടു പോകാൻ സ്വഹാബത്തിന് മനസ്സുണ്ടായില്ല. അങ്ങകലെ കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയിലേക്ക്, അങ്ങകലെ കേരളത്തിന്റെ കൊടുങ്ങല്ലൂരിലേക്ക് മാലിക് ദീനാറിന്റെ സംഘം വന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് നടത്തിയിട്ടുണ്ടെങ്കിലോ എല്ലാ രാജ്യത്തേക്കും, ഇറാനിലേക്കും അതുപോലെ ഫലസ്തീനിലേക്കും ലോകരാജ്യങ്ങളിലേക്ക് സ്വഹാബത്ത് പടർന്നു പോയതെങ്ങനെയാ? ഈമാനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം മദീനയിലേക്ക് വലിയുമെന്നാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ ഈമാനുള്ളവന്റെ മനുഷ്യന്റെ മനസ്സ് അവൻ മദീനയിലേക്ക് ആഗ്രഹിച്ചു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എത്ര അതിന് ഉദാഹരണം പറയുന്നത്, ഒരു മാളത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു പാമ്പിനെ, ആ പാമ്പിനെ വേദനിച്ചാൽ, ഒരു അടി കിട്ടിയാൽ ആ പാമ്പ് വേഗം ഓടിപ്പോയിട്ട് മാളത്തിലേക്ക് അഭയം തേടാൻ ആഗ്രഹിക്കുന്നത് പോലെ. കാരണം അതിനൊക്കെ സ്വസ്ഥമായി നിൽക്കാൻ കഴിയുന്നത് മാളത്തിന്റെ ഉള്ളിലാണ്. ആ പാമ്പ് ഓടുന്നത് എന്തിനാ? തന്റെ മാളത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈമാനുള്ളൊരു മനുഷ്യന്റെ ഹൃദയം നാട്ടിൽ ടെൻഷന് കാണുമ്പോ, അധാർമികതകൾ കാണുമ്പോ, ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാകുമ്പോൾ, വീട്ടിൽ സ്വസ്ഥതയില്ല, മക്കളെ കൊണ്ട് കുടുംബത്തിനെ കൊണ്ട് അധാർമികമായ പല പരിപാടികളും നടക്കുമ്പോ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സാഗ്രഹിച്ചു പോകുന്നു, എനിക്ക് മദീനയിൽ അണയാൻ, എന്റെ ഹബീബിന്റെ ചാരത്ത് നിൽക്കാൻ, എന്റെ ഹബീബിന്റെ ആ പുണ്യ റൗള ശരീഫ് നിലകൊള്ളുന്ന ത്വയ്ബാ മണ്ണിലേക്ക് ആഗ്രഹിച്ചു പോകുമെന്ന് 14 മുമ്പ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോ ഇന്നലെയല്ല 1400 കൊല്ലം മുമ്പ് സ്വഹാബത്ത് നബി തങ്ങളെ കണ്ടവരാണ്, നബി തങ്ങളെ മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്. നബി തങ്ങളെ ആ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്ത് വലതു ഭാഗത്ത് നിൽക്കാൻ മത്സരിക്കുന്ന സ്വഹാബിമാരാണ്. നിസ്കാരത്തിലേക്ക് ഇഖാമത്ത് കൊടുത്താൽ സ്വഹാബത്തിന്റെ മത്സരം എന്താണ്? ഒന്നാമത്തെ സഫിൽ വലതു ഭാഗത്ത് നിൽക്കാൻ. എന്തിനു വേണ്ടി? ആ നബി തങ്ങൾ
സലാം വീട്ടിയാൽ നബി തങ്ങളെ ശറഫാകപ്പെട്ട മുഖം കണ്ടു നിൽക്കാൻ ഒരു ദിവസമല്ല കൊല്ലങ്ങളോളം ജീവിച്ച സ്വഹാബത്തിരിപ്പ് നബി തങ്ങളെ മുഖം കണ്ടിട്ട് ആഗ്രഹം തീർന്നിട്ടില്ല. കശംസി തൽഹറുൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുഖിൽ ലിതർഫ മിൻ ഹമമി. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പാടിയത് അങ്ങനെയാണ്. സൂര്യനെ പോലെ എന്നല്ല, സൂര്യന്റെ പ്രകാശത്തിനേക്കാളും പ്രകാശമുള്ള നബി തങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിച്ചു നിന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തുണ്ടല്ലോ മദീനയിൽ നിന്ന് പല നാട്ടിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ സ്വഹാബത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ ആകെ വെപ്രാളമാണ്, വിഷമമാണ്, സങ്കടമാണ്. എന്തേ മദീന വിട്ടു പോകാൻ മനസ്സില്ല, ഹബീബിനെ കാണാതെ ജീവിക്കാൻ കഴിയില്ല, ഹബീബിനെ ഇഷ്ടപ്പെട്ടെന്ന സ്വഹാബത്ത് ഇനി മരിച്ചാൽ നമ്മുടെ ഖബർ എവിടെയായിരിക്കും, ആ മദീന നബി തങ്ങളുടെ ചാരത്ത് കടക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച സ്വഹാബത്ത് അങ്ങനെ ടെൻഷറിഞ്ഞപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബ് റസൂലുള്ളാഹി ആ സ്വഹാബത്തിന്റെ മനസ്സിന്റെ ഉള്ള ടെൻഷൻ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ ഒരു ഓഫർ കൊടുത്തു. ആ ഓഫറാണ് ഏറ്റവും വലിയ ഓഫർ. ഇന്നും അത് ലോകത്ത് നിലനിൽക്കുന്ന ഓഫറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓഫർ അത് കളവ് പറയുന്ന ഓഫർ അല്ലല്ലോ, സാദിഖുൽ മസ്ദൂഖാണ്. ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഓഫർ കൊടുത്താൽ ഒരു പക്ഷേ ഓഫർ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ഒന്നോ രണ്ടോ ആളുകൾക്ക് കിട്ടിയാൽ പിന്നെ സാധനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നതാണ്. എന്നാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ മുആദ്, ബേജാറ് വേണ്ട, സങ്കടം വേണ്ട മുആദ്, لا يهدي الله بك رجلا واحدا خير من الدنيا وما فيها. മുആദേ, നിങ്ങൾ മദീന വിട്ടുപോയിട്ട് ഏതെങ്കിലും രാജ്യത്ത് ദഅവത്ത് നടത്തിയിട്ട് ഒരു മനുഷ്യൻ നന്നായാൽ, ഒരാൾ നിസ്കാരക്കാരനായാൽ, ഒരാൾ തൗഹീദിലേക്ക് വന്നാൽ, ഒരാൾ കള്ളുകുടി ഒഴിവാക്കിയാൽ, ഒരാൾ വ്യഭിചാരം ഒഴിവാക്കിയാൽ, ഒരാൾ ഇസ്ലാമിന്റെ ചാരത്തെ കണഞ്ഞു വന്നാൽ, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഇത്ര വലിയ ഓഫർ കൊടുക്കാൻ ലോകത്ത് ഹബീബായ തങ്ങൾക്കല്ലാതെ ലോകത്തൊരു അവനിക്ക് സാധ്യമല്ല, ഫവറില്ല. എന്താ പറഞ്ഞത്? മുആദേ, ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും ദുനിയാവിലുള്ള സകല വസ്തുക്കളും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറാണ് മുആദ്. പുത്തൂർ താലൂക്കിൽ പുത്തൂറിന്റെ ഹൃദയ ഭാഗത്ത് ഒരു 10 സെന്റ് ഭൂമി ഒരാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ എത്രയോ നിസ്കാരം നിസ്കരിക്കൂലേ, എന്തോ കാര്യത്തിനും റെഡിയാവൂലേ. അവനെപ്പറ്റി നമ്മൾ പറയൂല ഭാഗ്യവാനാണ്, ഭാഗ്യവാനാണ്. അവർക്ക് ചെറിയ ഓഫർ റേറ്റിൽ 10 സെന്റ് ഭൂമി എടുത്തിട്ട് ഇന്നൊരു 1 കോടി ഉറുപ്പിക്കെടുത്ത സാധനം ഒരു 10 സെന്റ് ഭൂമി ലാൻഡ് എടുത്തിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോ അത് 5 കോടിക്ക് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ ആളുകൾ പറയൂലേ തൊട്ടതെല്ലാം സ്വർണമാക്കുന്ന ഭാഗ്യവാനാണ്, അവൻ സ്റ്റാർ ഉള്ളവനാണെന്ന് നമ്മൾ പറയുന്നു. എങ്കിൽ ഈ ദുനിയാവിന്റെ വില എന്താ? പൊന്നു സഹോദരാ, ആലോചിക്കണം. പാരിസ്ഥിതികമായ ലോകവും ദുനിയാവുമായി കമ്പയർ ചെയ്തു നോക്കുമ്പോ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാളും ഈ ലോകത്തുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാളും പുത്തൂരിലുള്ള ഏതൊരു ജ്വല്ലറിയിലുള്ള സ്വർണം ഒരാൾക്ക് മുഴുവനും വിലക്കെടുക്കാൻ കഴിഞ്ഞാൽ എത്ര ഭാഗ്യവാനാണ്. ഇതിനേക്കാളെല്ലാം ലോകത്തുള്ള സകല സ്വർണ്ണ ജ്വല്ലറിയിലുള്ള സ്വർണങ്ങളും മുത്തുരത്നങ്ങളും മാണിക്യക്കല്ലുകളും ലോകത്ത് വിലമതിക്കുന്നത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറാണ്. നിന്നെ കൊണ്ടൊരാൾ നന്നാവുക, ആ ഉദ്ദേശം വെച്ചിട്ടാണ് നജാത്ത് താറയിൽ സ്വലാത്ത് കമ്മിറ്റിയിലെ ചെറുപ്പക്കാരോട്, ഈ മഹല്ല് ഭരിക്കുന്ന വല്ലവരായ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളോട് പറയാനുള്ളത്, ഈ നമ്മുടെ നാട്ടിൽ വയലിനാളില്ലെന്ന് പറഞ്ഞിട്ട് നിർത്താനുള്ളതല്ല. ഒരാളെങ്കിലും വരുന്നുണ്ടോ ആ ദഅവത്തിന്റെ ദൗത്യം നിങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കണം. ആളുകളെ തൗഹീദിലേക്ക്, പള്ളിയിലേക്ക്, ദീനിലേക്ക്
ദീനിലേക്ക് ക്ഷണിക്കേണ്ടത് അത് ബാധ്യതയാണ്. അതാത് കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ മര്യാദ അനുസരിച്ചുകൊണ്ട് അവരുടെ ബഹുമാന ആദരവ് വെച്ചുകൊണ്ട് നല്ല മാന്യമായ നിലക്ക് ക്ഷണിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു സ്ഥലത്ത് പറഞ്ഞത് എങ്ങനെയാണ്, അടുത്ത കൊല്ലം നിങ്ങൾ വയല് സംഘടിപ്പിക്കുന്നെങ്കിൽ വയല് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു 10 ബാല്യക്കാരെ ചെറുപ്പക്കാരെ റെഡിയാക്കണം. മഹല്ലിൽ ഞാൻ വന്നപ്പോ പ്രസിഡന്റിനോട് ചോദിച്ചു എത്ര വീടാണുള്ളത്. 65 വീടുണ്ടെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ 65 വീട്ടിലേക്കും കല്യാണം ക്ഷണിക്കാൻ പോകുന്നത് പോലെ ബഹുമാനത്തോടെ കൊണ്ടുപോയി അവരെ ക്ഷണിക്കണം. ഒരു ലെറ്റർ കൊണ്ടുപോയിട്ട് നോട്ടീസ് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ വീട്ടുകാരോട് പറയണം, ഞങ്ങൾ കമ്മിറ്റി ഭാരവാഹികളാണ്, ഞങ്ങൾ എൻഗമെന്റ്സിന്റെ പ്രവർത്തകന്മാരാണ്, ഞങ്ങൾ വന്നിട്ടുള്ളത് 3 ദിവസത്തിന്റെ മതവിജ്ഞാന സദസ്സ് നടക്കുന്നുണ്ട്, അത് ജമാഅത്തുകാരായ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, എല്ലാവരും വരണമെന്ന് ബഹുമാനത്തോടെ ആദരവോടെ ഓരോ വീട്ടിൽ പോയിട്ട് അവന്റെ ബഹുമാനം അനുസരിച്ച് ക്ഷണിച്ചു നോക്കൂ. അവർ വരാതിരിക്കൂല. നമ്മുടെ നാട്ടിലല്ലേ മംഗലത്തിന് പള്ളിയിൽ നിന്ന് വിളിച്ചങ്ങ് പോന്നാ പണ്ടത്തെ മനുഷ്യന്മാർ. ഇപ്പോഴത്തെ പാലക്കാർ വിളിക്കണോ അല്ലില്ല, വിളിക്കണോ എന്തെന്നില്ല. പണ്ടത്തോർ പൊരേന്ന് വന്നിട്ട് പള്ളിയിൽ നിന്ന് വിളിച്ചങ്ങ് പോയാലോ, അതവർ കണ്ടേന് വിളിച്ചിന്. അത് ശരിയല്ല. ഏടെ ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അപ്പന്നെ പറയണോ, ഞാന് ഇവിടെ നിന്ന് വിളിച്ചങ്ങ് വരുന്നത്ര ഒന്നും താപ്പ് ഞാനല്ല, എന്റെ പരക്ക് വന്നിട്ട് വിളിക്കണം, എന്നെങ്കിൽ വരാം. എല്ലാത്തിനും ആടുന്ന് അജാറേ മോള് 4 കാലം മങ്ങിലുണ്ട് ഇവിടെ നക്കിനിക്ക മലയാളം എന്നല്ലേ, മറ്റേന്ന് എന്റെ മോളെ കല്യാണം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വരണോ എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോ ഇയാള് 10 ഊർ ചെല്ലു ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പുറക്ക് പോയിട്ട് ഓളോട് ചെല്ലും, വിളിച്ച് മമ്മത് വിളിച്ചിന് ഓനെന്തേ റോഡിൽ നിന്ന് കണ്ടെങ്കിൽ വിളിച്ച് ഞാൻ ഗതിയില്ലാത്തോനാ. ഇത് പറ്റല. നീ ഏറ്റെടുത്തെങ്കിൽ നീ അപ്പൻ എന്താ വിളിക്കുമ്പോ പറയണോ, ഞാനും റോട്ടിൽ നിന്ന് വിളിച്ചെങ്കിൽ ഞാൻ വരല, ഞാനക്ക് അത്തരം കുറവ് സുമാറ് ഞാനല്ല എന്ന് അപ്പൻ എന്നെ പറയണം. ഒത്താൽ നിനക്ക് സാഹചര്യമുണ്ടാ, ഉദറുണ്ട് ഇല്ലെങ്കിൽ നീ പോകൽ നിനക്ക് നിർബന്ധമാണ്. അല്ലേ? ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് ഏത്? ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കണം. അപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മളെ കൊടാജ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കെല്ലാം വലിയ ഹാൾ, ഒരുപാട് കല്യാണ ഹാളുള്ള സ്ഥലമാണ് അല്ലെ. അങ്ങനെ ഈ രാത്രി സമയത്ത് കല്യാണങ്ങളൊക്കെ ആയാല് കല്യാണത്തിന് 1000 ആളെ ഭക്ഷണമാക്കിയാല് 500 ആള് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നോക്കുമ്പോ പിന്നെ വന്നവർക്ക് ചോറില്ല. എന്തേ കാരണം? അതിന് പലപ്പോഴും പറയുന്ന കാരണങ്ങൾ, ഒരുപാട് ആളുകൾ നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന ആളുകൾ വണ്ടി നിർത്തിയിട്ട് കല്യാണത്തിന് പോകുന്ന സ്വഭാവമുണ്ട്. പൊന്നാര ചെറുപ്പക്കാരെ, ആർക്കെങ്കിലും അങ്ങനത്തെ പതിവുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്നെ ക്ഷണിക്കാത്തൊരു കല്യാണത്തിന് പോകാൻ പാടില്ല. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിനക്ക് നിഷിദ്ധമാണ്. നിന്നെ ക്ഷണിക്കാത്ത കല്യാണത്തിന് കൂടെ പോകുന്നൊരു സുമാർ തുഫൈലിങ്ങളായിട്ട് പോകുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ 2-4 ആള് മംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരാളെ വിസിറ്റ് ആക്കാൻ പോയിനെ. അപ്പൊ അവനോട് പറയുന്നത്, എങ്ങനെ മംഗലത്തിന് ജനപ്രിയല്ല അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു മംഗലമുണ്ട്, പോയിട്ട് വരാ. അല്ല, എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചു മതി, എന്നെ വിളിച്ചാൽ മതി. എന്തത് എന്നെ വിളിച്ചവന് മതി? ദുനിയാവിലുള്ളവനെ വിളിച്ചിട്ട് നിന്നോട് നിനക്ക് അതിന് അനൗൺസ് ഉണ്ടാക്കാൻ നിനക്ക് ആരാ അനുമതി തന്നത്? ഇല്ല, അങ്ങനെ ക്ഷണിച്ചാൽ പോകരുത്. അങ്ങനെ പോയി തന്നെ വെച്ചോ, എന്നാൽ നിനക്ക് അതിനെ ഹലാലാക്കാൻ വഴിയുണ്ട്. മുതൽ അതിന്റെ ഉടമസ്ഥനോട് പോയിട്ട് പറയണം, അജയറെ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്റെ കൂടെ 2 ചങ്ങായിമാരുണ്ട്, അപ്പൊ നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഓരോ ചോറ് കഴിക്കാൻ ഞാൻ വിളിക്കുന്നു, ഇല്ലെങ്കിൽ ഓർക്ക് ഞാൻ പോകുമ്പോ ഹോട്ടലിന് തബക്കത്തിന് ഞാൻ വാങ്ങല തിന്നിച്ചിട്ട് വിടാ. എന്താക്കണോ? അജയറെ പ്രശ്നമില്ല, അപ്പൊ നീ നിങ്ങൾക്ക് ആനെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇല്ലെങ്കിൽ ഈ ഹറാമായ നിലക്കുള്ള ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അതുണ്ടാകരുത്. ആ സ്വഭാവം പലപ്പോഴും ഉണ്ട്. ഇപ്പത്തെ ബാലക്കാർ ട്രെൻഡാണ്. വാട്സപ്പിൽ കണ്ടെങ്കിൽ മതി. കാസർഗോഡ് ഒരു മനുഷ്യനുണ്ടായി, അദ്ദേഹം മരിച്ചു, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാ കല്യാണത്തിനും അദ്ദേഹം മനുഷ്യനുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചങ്ങായിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ കല്യാണം മംഗലെല്ലാം ഉണ്ട്, നിനക്ക് അറിയുന്നത് എങ്ങനെയാണ്? അപ്പൊ പറയുന്നത്, ഉസ്താദ് ഞാൻ കാസർഗോഡ് ഒരു പേപ്പർ ഉണ്ട്, ഉത്തരദേശം എന്ന് പറഞ്ഞിട്ട്, ഒരു നമ്മൾ ഈ കറാവളി അലയിലുള്ള പോലത്തെ ഒരു പേപ്പർ, അതിൽ കുറെ പരസ്യം ഉണ്ടാവും. മുമ്പിൽ കല്യാണത്തിന് പരസ്യം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ഇപ്പൊ അതെല്ലാം പോയില്ലേ. ഇപ്പൊ വാട്സപ്പിൽ ഒരു പോസ്റ്ററാക്കി വിട്ടങ്ങടി ദുനിയാവിലേക്ക് അന്തമാനിലേക്ക് അപ്പനെത്തിട്ടായി. അങ്ങനെ ഈ പേപ്പർ നോക്കുന്നത് എവിടെയെല്ലാം മംഗലുണ്ട്, അടുത്തേക്ക് ബസ് കയറിയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇപ്പൊ ഇവിടുന്ന് കുമ്പളൊക്കെ പോയെങ്കിൽ നിനക്ക് ബസ്സിന്റെ പൈസ കുറയാവല്ലേ? അതിന് ഞാൻ 3 പ്ലേറ്റ് വയ്ക്കുന്നു ഉസ്താദേ. 3 പ്ലേറ്റ് വെച്ചെങ്കിൽ എന്തായി? ഒരു പ്ലേറ്റ് ഒരു ബിരിയാണി വെക്കുമ്പോ എന്റെ 100 രൂപ വന്നില്ലേ? 300 രൂപ ഞാൻ കവറാക്കിയിട്ട് വരുന്നത്. 30 രൂപ തീർമ്പോ 300 രൂപ കവറാക്കിയിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. ബിരിയാണി കൊടുത്തിട്ടാകുമ്പോ ഈ പ്ലേറ്റ് വിളിക്കുന്ന സ്വഭാവം ഇല്ല ചില മനുഷ്യന്മാർ. അപ്പൊ നിങ്ങൾക്ക് ഉസ്താദന്മാർ ഇപ്പൊ ഞങ്ങൾക്കും ചില സപ്ലൈമാർ കൊടുത്തിട്ട് തരും, ഉസ്താദ് ഇത് ഇട്ടോളി. അപ്പൊ ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ പറഞ്ഞങ്ങ മതിയാവല,
പരക്കാറ് പറയണം. ആജിയാറ് ചിലപ്പോൾ 1000 ആൾക്ക് വൃത്തിയാക്കി ചോറാക്കിയിട്ടുണ്ടാവും. ഉസ്താദ് എന്നെ പോലത്തെ 3 പ്ലേറ്റ് വെച്ചിട്ട് പോയ എന്തായി, ആടെ 2 പ്ലേറ്റ് ഷോർട്ടായില്ലേ? അപ്പൊ അത് പറ്റൂല. അപ്പൊ നമ്മ ആജിയാറ് വന്നിട്ട് പരക്കാറ് ഉസ്താദ് വെച്ചിട്ട് നിക്കാലെല്ലാം കഴിച്ചാളെ എങ്ങനെ ഇയാളെ സെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണോ, കാരണം ഇയാൾ നാളെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ബേജാറായി പോണ്ടെന്ന് പറഞ്ഞിട്ട് എന്താവും പരക്കാരൻ തന്നെ വന്നിട്ട് 5 പ്ലേറ്റ് തന്നങ്ങ് വെച്ചോളി. അത് നിങ്ങൾ വെച്ചോളി. പരക്കാരൻ തന്നെ മംഗളത്തിന്റെ പരക്കാരന് 5 പ്ലേറ്റ് തന്നു. പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. മല്ലെടുത്തിട്ട് ഇതിനെ കെട്ടി ചിക്കന് പിന്നെ എന്താ ടിഷ്യൂ പേപ്പറിൽ ചിക്കന് പൊരിച്ചതിനെ കൊടുത്തിട്ട് 3 പീസ് കൊണ്ടുവന്നു. എന്റെ 3 മോന് സ്കൂൾക്ക് പോയിട്ടുണ്ട്. ഓരോ പിന്നെ ബേജാറാന്ന് ഓരോ തർക്കം പിടിക്കുന്നത്. അതൊന്നും പറ്റൂല, കൊണ്ടുവരാൻ പറ്റൂല. ഫുഖഹാ പറയുന്നു, നീ ഒരു വീട്ടിലേക്ക് അതിഥിയായി പോയാൽ അവിടെ പൂച്ചക്ക് വരെ ഭക്ഷണം ഇടാൻ പാടില്ല. അതിഥിയായിട്ട് നീ പോയെങ്കിൽ നമ്മളവർക്ക് അജിയാറ് പേർക്ക് പോയി അവനെന്തായി ഭയങ്കര പൂച്ചപ്രേമി. അജിയാറോട് ചോദിക്കണം, എന്റെ വകയായിട്ട് പൂച്ച കുറച്ച് ഫുഡ് ഇട്ടോട്ടെ. അത്രത്തോളം സൂക്ഷ്മത പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ക്ഷണിക്കാതെ പോകുക എന്നുള്ള നല്ല സ്വഭാവമല്ല. അപ്പൊ ക്ഷണിക്കുന്നതിനൊരു മര്യാദയുണ്ട്. അതുപോലെ നിങ്ങൾ വയലിന്റെ സദസ്സിലേക്ക് ആളുകളൊന്ന് പോയിട്ട് ക്ഷണിക്കണം. ആരിപ്പോ ഇതിന്റെ സംഘാടകരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പരക്കാരനോട് മറ്റൊന്ന് വയലുണ്ട്, നീ 2 ദിവസം വരണമെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിച്ചനാ? മംഗളത്തിന് ഞങ്ങൾ 5 ഊരി കണ്ടെത്തുന്നല്ല ചെല്ലിട്ടില്ലേ? മോന്റെ മംഗളം മറന്നിട്ടുണ്ടാ? നിനപ്പാക്കിണ്ട്. അന്ന് സുബൈക്ക് ഒരു ഓർമ്മയാക്കാനുണ്ട്. എല്ലാം ഒരു എന്താ ബ്രോഡ്കാസ്റ്റിൽ ഒരു മെസ്സേജ് ഇടാനുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പാലക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പില്ലേ? നിങ്ങൾ ഇന്നത്തെ ഈ വയലിന്റെ ഇന്നത്തെ രാവിലെ ഈ സമയം വരെ ഇന്ന് എന്റെ വയൽ നല്ലതല്ല വിഷയം, വയലുണ്ട്. ആ വയൽ നിങ്ങൾ വരണം. അങ്ങനെ നിങ്ങളെ ക്ഷണം കൊണ്ട് ഒരാൾ വന്നിട്ട് വയൽ കൊണ്ട് നന്നായി എന്നാൽ കൂലിങ്ങൾക്ക് കിട്ടി. ബെഡ് കിട്ടുന്ന കൂലി, കോംപ്ലക്സ് കെട്ടിട്ട് ലോഡ്ജ് കെട്ടിട്ട് ബാഡിക്ക് കൊടുത്ത പോലെ അതിങ്ങനെ ഇരുന്നേത്തേക്ക് ബാഡിക്ക് വരുന്നില്ലേ? അതുപോലെ ഞമ്മ ഇരുന്ന് കേട്ടിട്ട് വയൽ പറഞ്ഞ് എന്റെ കേട്ടെന്റെ കൂലിയും കിട്ടി. ഞമ്മ 4 ആളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓന് വയൽ കെട്ടിട്ട് കൂലി നമുക്ക് കിട്ടി. ഇങ്ങനെ ആഹ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം അതൊക്കെ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യൂലേ? ബാല്യക്കാരെ ഏറ്റെടുക്കും. ബാല്യക്കാരാണ്. എന്നിട്ട് നല്ല വരുമ്പോൾ എങ്ങനെ ഉണ്ടാക്കും? ഈ പഴയ ഇപ്പൊ ഇവിടുത്തെ ഈ നിങ്ങളെ നാട്ടിനെ പറ്റി പറയല്ല ഞാൻ പറയാ. ഇപ്പൊ ചില സ്ഥലത്തെല്ലാം പോയെങ്കിൽ ചില മനുഷ്യന്മാർ സദസ്സിൽ വന്നിരിക്കുക. അതിന് കാരണം എന്തേ? ഇപ്പൊ എല്ലാം നല്ല ഫ്രഷ്, നല്ല VIP, നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ടാവും. ഈ കസേലയിൽ ഇരുന്നെങ്കിൽ 5 സോപ്പ് ഇട്ടിട്ട് കളിക്കുക. ആ ഡ്രസ്സ് പിന്നെ ക്ലീൻ ആവാൻ അങ്ങനത്തെ കുറിസിനെ കൊടുത്തിട്ട് വയലിന്റെ സദസ്സിൽ വെച്ചെങ്കിൽ ആരെങ്കിലും മനുഷ്യന്മാർ ഇരിക്കുവോ? അല്ലേ? അങ്ങനെയല്ല ചേര്. നമ്മളെ പോലത്തോടെ ഇങ്ങനത്തെ ഒരു സാൽ ഇട്ടോണ്ട് പോകുന്നതിനറിയോ? എല്ലാത്തിനായി ഇത് ഗെട്ടപ്പിനായി കുറിസ് തോർത്താൻ പോയത്തല്ല കുറിച്ച് തട്ടം കൊണ്ടാൽ നമുക്ക് നമ്മൾ ഇതിന്റെ 5 മിനിറ്റ് കാക്കണ്ടേ? ഇത് ഉസ്താദിന്റെ തട്ടം നമുക്ക് അലമാരന്റെ ഉള്ളിൽ പോയിട്ട് തേടിയിട്ടാണ് അത്തരെ. കാരണം ഉസ്താദിന് എന്ത് സ്മെല്ല് വന്നോണ്ടാ ഈ തട്ടം കൊണ്ടുപോകുമ്പോൾ ഞമ്മ നിന്നിട്ട് കാലം മുട്ടുമ്പോലാവും. അപ്പൊ ഇതിനെല്ലാത്തിനായി. അപ്പൊ അതുകൊണ്ട് അതെല്ലാം മാറി നല്ല നിലവാരത്തിന് അങ്ങനെയുള്ള ചെയ്തിട്ട് നിങ്ങൾ അവരോട് സംഭാവന ചോദിക്കി. എല്ലാവരും തരും. വരുമ്പോ നല്ലൊരു വെൽക്കം ജ്യൂസ് എല്ലാം കൊടുത്തിട്ട് 2 വക ജ്യൂസ് ബാലക്കാർ സ്പോൺസർ ആക്കി. അതിനൊന്നും പണിയില്ല. എന്ത് പോകുമ്പോ ആൾക്കാർക്ക് വരുമ്പോ റാഹത്തായി. ഇതെന്തായി 10-8 മണിക്ക് എന്ന് പറഞ്ഞ് ഇപ്പെല്ലാം കൃത്യസമയമുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ 8 മണിക്ക് 9 മണിക്ക് തുറഞ്ഞു 10:30 മണിക്ക് ഉസ്താദ് ബയിച്ചിട്ട് കോയിന്റെ ചണ്ടല തിന്നിട്ട് വന്നിട്ട് എന്തായി വയൽ തുടങ്ങുമ്പോ 11 മണി തുടങ്ങുമ്പോ 1:30 മണിക്ക്. ഈ മനുഷ്യന്മാർക്ക് ദാഹിച്ചിട്ട് വിശന്ന് നിൽക്കാൻ കഴിയോ? അപ്പൊ അതിൽ നല്ലൊരു മാറ്റം വന്നിട്ട് നല്ല ഒരു അന്തസ്സോടുകൂടി അടുത്ത കൊല്ലം നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. ഒരു അതിനൊന്നും കമ്മിറ്റിന്റെ പൈസ, പള്ളിന്റെ പൈസ എടുക്കേണ്ട, കമ്മിറ്റിന്റെ പൈസ. നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ആവേശഭരിതരാണ്. അങ്ങനെ ജ്യൂസ് കൊടുക്കാനും അവരെ വെൽക്കം ചെയ്യാനൊക്കെ അവർക്ക് ആവേശമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ചെയ്തു നോക്കി നല്ല മാന്യമായി കൊടുക്കുമ്പോ ഈ വലിയ VIP ക്ലാസ്, നല്ല മോട്ടിവേഷന്റെ ക്ലാസ്സിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് ഇരിക്കുമ്പോ തന്നെ ഇരുത്തിന്റെ മന റാഹത്തായോ ഞമ്മ ബന്ധമുണ്ട് നസീബായി അല്ലെ? അങ്ങനെയല്ല ആ ഒരു സിസ്റ്റമിലേക്ക് നമ്മളെ വയലിനെ നമ്മൾ കൊണ്ടു. കാരണം പഴയ കാലം പോലെ ഇങ്ങനെ നോട്ടീസ് ഒന്നും ഓതലേ ഇല്ല. നോട്ടീസ് നോക്കലേ ഇല്ലേ? ഇപ്പൊ ഈ വാട്സപ്പിലെല്ലാം കുറെ നോട്ടീസ്. അതിനൊന്നും ആർക്കും നോക്കാൻ സമയമില്ല. വെറും ഒരു പോസ്റ്റർ ഫോട്ടോ എടുത്തിട്ട് ഹിന്ദു എന്നിട്ട് ഒരു അന്നത്തെ ഒരു ഫോട്ടോ ഇട്ട് നോക്കി അതിന് ഫോട്ടോ മാത്രം നോക്കുന്നേ. ഇത് എങ്ങനത്തത്? പാട്ട് പാടുന്നതാ അല്ല രാഗം വലിക്കുന്നതാ? ലോക്കളാണ്. ഇപ്പൊ എല്ലാം അങ്ങനെ ചോദിക്കുന്നത്. വയലിനെല്ലാം അങ്ങനെ എത്ര നാൾ ഉറുസ് എത്ര ഉണ്ട്? ഉറുസ് 4-ാമത്തെ വയല് എങ്ങനെ ലോക്കളാ? അപ്പുറത്ത് ലോക്കളില്ലെങ്കിൽ നമ്മളെ സൗത്ത് കണ്ടിട്ടുണ്ട് ലോക്കൽ. അപ്പൊ ഇതിന് ലോക്കലിന്റെ വില എന്നല്ല മനുഷ്യന്മാർ വെക്കുന്നേ. ആര് പറയുന്നേ? കമ്മിറ്റിക്കാരെന്നെ പറയുന്നേ. 3 അപ്പുറത്ത് 3 ലോക്കൽ. അങ്ങനൊന്നുണ്ടോ സഹോദര? ലോക്കൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് ദീനല്ലേ? ആലിമീങ്ങളായ ആളുകളെ ലോക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു കോഡ് ഭാഷയായി ചിത്രീകരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ദീനിനോട് നമുക്കൊരു ബഹുമാനം വേണം. എന്നിട്ട് ചില സ്ഥലത്ത്, അധിക സ്ഥലത്തും വയലിന് ബാല്യക്കാർ, യങ് മെൻസുകാർ, സ്വലാത്ത് കമ്മിറ്റിക്കാരൊക്കെ വയൽ സംഘടിപ്പിക്കുന്നെങ്കിൽ ആ സ്വലാത്ത് കമ്മിറ്റിയിൽ 40 മെമ്പർ ഉണ്ടെങ്കിൽ വയലിന്റെ സദസ്സിൽ 4 ആളുണ്ടാവൂല.
എന്നിട്ട് ഇവരാണ് വയല് സംഘടിപ്പിക്കുന്നത്. ഈ രീതിയിൽ നിന്ന് മാറി നമ്മൾ സ്വയം നന്നാകാനുള്ള ഒരു ശ്രദ്ധയോടുകൂടെ, ഒരു നീയത്തോടുകൂടെ വയലുകൾ സംഘടിപ്പിക്കുന്നവൻ, വയൽ സംഘടിപ്പിക്കുന്നവനിക്കും വയൽ പറയുന്നവനിക്കും വയൽ കേൾക്കുന്നവനിക്കും ഇഖ്ലാസ് ഉണ്ടാകണം. എല്ലാവർക്കും ഇഖ്ലാസ് ഉണ്ടാകണം. ഇന്ന് വയൽ പറയുന്നവന്റെയും ചിന്ത എങ്ങനെ, എത്ര കിട്ടും, കവർ എത്ര ചെറുതാ വലുതാ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോ എങ്ങനെ, ആ രീതിയിലായി പോയി. അതുപോലെ വയലിന് വരുന്നവനും അങ്ങനെ റാഗം നോക്കിയിട്ട് റാഗം നല്ലയിലങ്ങ് പാതിയാകുമ്പോ നല്ല മൊബൈൽ കോള് വന്ന വലാക്കുന്ന അടിച്ചിട്ട് പോക്ക്. കോള് വരുന്നില്ല, പണ്ട് നോക്കിയിട്ടൊക്കെ ചെവിക്ക് വെച്ചോണ്ട് പോകുന്നത്, ചെവിക്ക് വെച്ചിട്ട് വീടുന്ന അടുത്തോളം ചെവിയിൽ എന്റെ ബാക്കി. ഈ രീതിയിൽ നിന്ന് മാറി നീയത്തോടുകൂടെ വയലിന് വരണം. അതുപോലെ സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് ഒറ്റൊരു നീയത്തുണ്ടാകണം. ലാഭമാവട്ടെ നഷ്ടമാവട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ദഅവത്താണ് ഞങ്ങൾ നടത്തുന്നത്. പൈസ ഒഴിഞ്ഞോ ഒഴിഞ്ഞില്ലേ എന്നുള്ള വിഷയം അതെല്ലാം പിന്നെ. നിങ്ങൾക്ക് നീയത്ത് നന്നാക്കി നോക്ക്, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നിങ്ങൾ നന്നായി നല്ല ഇഖ്ലാസോടെ വയൽ പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് 5000 രൂപ ബാലൻസ് ഉണ്ടാവും. ഇത്ര കൊല്ലത്തിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ നീയത്ത് നന്നാക്കിയിട്ട് നിങ്ങൾ വയൽ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 5000 നിങ്ങൾക്ക് ബാലൻസ് വരും. എന്റെ നീയത്തനുസരിച്ചിട്ടാണ് ബറക്കത്ത്. ഏതൊന്നിനും നീയത്ത് നന്നാകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ സ്വലാത്തുമായി ബന്ധപ്പെട്ടത് ഒരു ചെറിയൊരു സംഭവം. എന്തിനു വേണ്ടി? സ്വലാത്ത് നന്നായി ചൊല്ലണം. ജീവിതത്തിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചൊല്ലാനുള്ളതല്ല. ആഴ്ചയില മാസല ആഴ്ചയിൽ നല്ല മജ്‌ലിസാണ് അല്ലെ, എല്ലാവരും വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആളുകൾ നന്നായിട്ടുണ്ടാക്കുന്നതിന് എത്രയുണ്ട് ഞാൻ ചോദിക്കൂല, കാരണം ഉസ്താദ് പറഞ്ഞാൽ ഉസ്താദിന്റെ അടുത്ത കൊല്ലം നിൽക്കണ്ടേ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കൂല. ഏതായാലും വരാത്തവരോട് ഞാൻ പറയുന്നു, സ്വലാത്ത് നന്നാക്കണം. സ്വലാത്ത് ജീവിതത്തിൽ മനുഷ്യന്റെ രക്ഷയാണ്. മഹാനായ സുഫിയാൻ സൗരി ചരിത്രം കണ്ട മഹാനാണ്, സൂഫി വര്യനാണ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. അങ്ങ് അദ്ദേഹം മക്കയിലേക്ക് പോകുന്നു, ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഹജ്ജിന്റെ ഇടയിലൂടെ തവാഫ് ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. സുന്ദരനായ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ വീക്ഷിക്കുകയാണ്. ഉമ്മമാരെ ശ്രദ്ധിച്ചു കേൾക്കണം. ചരിത്രത്തിലൂടെ ഇടയിൽ വിട്ടുപോയാൽ ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ കഴിയൂല. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ നോക്കുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലില്ല, സുബ്ഹാനല്ലാഹ് തസ്ബീഹില്ല, ഒന്നും അദ്ദേഹം ചൊല്ലുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ ചവിട്ടടിവത്തെടുത്ത് വെച്ച് നോക്കുമ്പോഴും അദ്ദേഹം ചൊല്ലുന്നത് ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്താണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹത്തിന് ചുറ്റി അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്നു സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. വീക്ഷിച്ചു നോക്കി, തവാഫ് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞു. ഒരു മൂലയിൽ ഇരുന്നപ്പോൾ സുഫിയാൻ സൗരി തങ്ങൾ ചോദിക്കുകയാണ്, പൊന്നുമോനെ നീ എവിടെ നിന്നുകാരനാണ്, നീ എവിടെ നിന്ന് വന്നവനാണ്? പറയുന്നു, ഞാൻ യമനുകാരനാണ്, യമനിൽ നിന്ന് വന്നതാ. നിനക്ക് ഹജ്ജിന്റെ കൈഫിയത്ത് അറിയുമോ? ഹജ്ജിന്റെ കാര്യങ്ങൾ അറിയുമോ? ഹജ്ജിൽ ചൊല്ലേണ്ട തസ്ബീഹുകളും അതിന്റെ ദുആകളും നിനക്കറിയുമോ? എല്ലാം അറിയാം. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഞാനതൊന്നും ചൊല്ലുന്നത് കണ്ടില്ലല്ലോ. നീ സ്വലാത്ത് മാത്രമാണല്ലോ ചൊല്ലുന്നത്, നീ സ്വലാത്ത് മാത്രമാണല്ലോ ചൊല്ലുന്നത്. എന്താണ് നിനക്ക് ബാക്കിയുള്ളതിനേക്കാളും വലിയ പവറുള്ള തസ്ബീഹുകളും സ്വലാത്ത് ദിക്റുകളും നിനക്കറിയാമല്ലോ, നീ എന്തുകൊണ്ട് ചൊല്ലിയില്ല? മഹാനായ ആ ചെറുപ്പക്കാരന് പറയുന്നു, അതിന്റെ പിന്നിൽ രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ ആരോടും പറയൂല, ഞാൻ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനത് സെലക്ട് ചെയ്തതാണ്. എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ നിയ്യത്ത് ചെയ്തതാണ്. ഇന്നല്ല, ഇനി ഈ സമയം വരെയല്ല, ഇനി ഞാൻ എത്ര കൊല്ലം ജീവിക്കുന്നു അക്കൊല്ലം വരെയും എന്റെ ജീവിതത്തിൽ മുഴുവനും സ്വലാത്ത് ചൊല്ലാൻ ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. സുഫിയാൻ സൗരി തങ്ങൾ ചോദിച്ചു, കാരണം പറയുമോ? അദ്ദേഹം മടിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിനക്ക് സുഫിയാൻ സൗരി അറിയുമോ?
ആ മനുഷ്യൻ ഞെട്ടി ഉണർന്നുകൊണ്ട് ഒന്ന് ആവേശഭരിതനായി കൊണ്ട് പറഞ്ഞു, സുഫിയാൻ സൗരിയെ കാണാൻ ഞാൻ എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു. ആ സുഫിയാൻ സൗരി ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാനൊന്ന് കൈ മുസാഫത്ത് ചെയ്യുമായിരുന്നു. വലിയ സൂഫിയാണ്, മഹാനാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് പറയുന്നു, ഞാൻ നിന്നോട് രഹസ്യം പറയാം. ആ രഹസ്യം പറഞ്ഞാൽ നിന്റെ രഹസ്യം എന്നോട് പറയുമോ? പറഞ്ഞു, എന്താ നിങ്ങൾ രഹസ്യം പറയുന്നത്? അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ പറയുമോ? ഉറപ്പ് തന്നാൽ ഞാൻ പറയാം. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് സുഫിയാൻ സൗരി. ചരിത്രം കണ്ട മഹാന് പറയുന്നു, ആ സുഫിയാൻ സൗരി ഞാനാണ്. ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ സുഫിയാൻ സൗരി തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നു, ഇതാ നിങ്ങളോട് എന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി എന്റെ ഉമ്മാനെ പെരടിയിൽ ചുമന്നുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉമ്മാനെ ചുമന്നുകൊണ്ട് ഫ്ലൈറ്റിൽ വരാൻ അക്കാലത്ത് സംവിധാനമില്ല. ഒട്ടകങ്ങളോ കുതിരകളോ വാങ്ങാൻ എന്റെ കയ്യിൽ പണമില്ല. ഞാൻ എന്റെ പ്രായമായ ഉമ്മാനെ നടക്കാൻ കഴിയാത്ത ഉമ്മയെ ചുമലിൽ ചുമന്നുകൊണ്ട് ഞാനിതാ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, ഹബീബിന്റെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള അഗാധമായ അങ്ങേറ്റത്തെ ആഗ്രഹാഭിലാഷങ്ങളോടുകൂടെ ഞാൻ അങ്ങിതാ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. വിജനമായ മരുഭൂമിയിലെത്തി. ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്റെ ഉമ്മാക്ക് വല്ലാത്ത രോഗം പിടിപെട്ടു. ഉമ്മ ക്ഷീണിതയായി, ഉമ്മാക്ക് നടക്കാൻ കഴിയാതെയായി. അങ്ങനെ വെപ്രാളത്തോടെ വിജനമായ മരുഭൂമിയിൽ ഉമ്മാനെ ഒരു സ്ഥലത്തൊരു മരച്ചുവട്ടിൽ കിടത്തി. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉമ്മയുടെ രോഗം നമ്മ മൂർജിച്ചു വരാൻ തുടങ്ങി. ഉമ്മാന്റെ രോഗം കൂടി കൂടി വരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഉമ്മ അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. ഞാനാകെ ബേജാറായി. ഒരു ഭാഗത്ത് ഉമ്മ മരണപ്പെട്ട സങ്കടമാണ്, മറുഭാഗത്ത് ഉമ്മാനെ ഞാൻ എങ്ങനെ സംസ്കരിക്കുമെന്ന ബേജാറിലാണ്. ആരാരുമില്ലാത്ത വിജനമായ മരുഭൂമി, ഖബറുമാന്താൻ ആളില്ല, കഫൻ ചെയ്യാൻ തുണികളില്ല, എന്ത് ചെയ്യുമെന്ന ടെൻഷനോടെ ഇരിക്കുന്നു. അങ്ങനെ ഞാനിതാ ആ ടെൻഷനിൽ ഒരൽപ്പം മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ മുഖം തുറന്നു നോക്കുമ്പോൾ ഉമ്മാന്റെ മയ്യത്തിന്റെ മുഖം വികൃതമായിട്ടുണ്ട്. സുഫിയാൻ തങ്ങളെ ഒരു മനുഷ്യന്റെ കോലത്തിലല്ല, വെറുക്കപ്പെടുന്ന ഒരു ജീവിയുടെ കോലമായി മാറിയിട്ടുണ്ട്. ആ ബേജാരൂപമായ കോലം കണ്ടിട്ട് ഞാൻ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് ബേജാറോടെ സങ്കടത്തോടെ ഞാൻ നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോട് ഞാൻ അങ്ങ് നിൽക്കുന്നു. പറയാൻ ആരുമില്ല, മെസ്സേജ് ചെയ്യാൻ അന്ന് സംവിധാനമില്ല, കോള് വിളിക്കാൻ മൊബൈൽ സംവിധാനമില്ലല്ലോ. ആരോടാണ് ദുഃഖം പറയുക, വിഷമം പറയുക എന്ന സങ്കടത്തോടെ നിൽക്കുമ്പോ പെട്ടെന്ന് ഞാൻ അങ്ങ് വീണ്ടും ഉറങ്ങിപ്പോയി. ആ ഉറക്കിലൂടെ പൂനിലാവ് പോലെ പ്രകാശിക്കുന്നൊരു മുഖം വന്നു. സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട്, ആ ചെറുപ്പക്കാരനോട് പറയുന്നു, മഹാനവരുകളെ, ആ സ്വപ്നത്തിൽ വന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, പൊന്നുമോനെ, സങ്കടം എന്തിനാണ്, വിഷമം എന്താണ്, പറയൂ, എന്നോട് പറഞ്ഞാൽ പരിഹാരമുണ്ടാക്കി തരാം. ചെറുപ്പക്കാരൻ പറയുന്നു, പൂനിലാവ് പോലെ പ്രകാശിക്കുന്ന മുഖം, അദ്ദേഹത്തിന്റെ ആ സുഗന്ധം കൊണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മാന്റെ കാര്യത്തിൽ ഞാൻ സങ്കടത്തിലാണ്. ഉമ്മാന്റെ മയ്യത്തിതാ തൊട്ടടുത്ത് കിടക്കുന്നു. ഉമ്മയുടെ മയ്യത്തിതാ അതാ വെറുക്കപ്പെടുന്ന ഒരു ജീവിയുടെ കോലമായി മാറിയിട്ടുണ്ട്. ഞാൻ ആരോട് പറയാനാണ്? എന്റെ ഉമ്മ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ഉമ്മ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിന് പരിഹാരം എന്താണ്? ആ സമയത്ത് ആ ചെറുപ്പക്കാരനോട് വന്ന സുന്ദരനായ ആ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമ പറഞ്ഞു, മോനെ, വിഷമം വേണ്ട, സങ്കടം വേണ്ട, ഞാൻ പരിഹാരമുണ്ടാക്കിത്തരാം. അങ്ങനെ അതാ അദ്ദേഹത്തിന്റെ ആ ശറഫാകപ്പെട്ട കൈകൊണ്ട് ഉമ്മാന്റെ മുഖം തടവിയപ്പോൾ
ആ മുഖം നല്ല സുന്ദരമായ സുന്ദരിയുടെ മുഖമായി മാറി, പ്രകാശമുള്ള മുഖമായി മാറി. ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ്? ആ സമയത്ത് വന്ന ആ വ്യക്തി പറഞ്ഞു, അന റഹ്മത്തുൽ ലിൽ ആലമീൻ ഖാതിമുൻ നബിയ്യീൻ വറസൂലു റബ്ബിൽ ആലമീൻ. ഞാനാണ് മദീനയിൽ അഴിയുന്ന, മദീനയിൽ റൗള ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ലോകത്തിന് മുഴുവനും റഹ്മത്തായി വെളിച്ചമായി വന്ന പ്രവാചകൻ ഞാനാണ്. എന്താണ് ഇത് ഇങ്ങനെ വരാൻ കാരണം? ആ സമയത്താണ്, എന്റെ ചെറുപ്പക്കാരെ, എന്റെ ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആ പറയുന്ന പോയിന്റ് എവിടെയാണ്? നിങ്ങൾ ഈ സമയത്ത് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ ഒരുപാട് ഗീബത്ത് പറയുന്ന പെണ്ണുങ്ങളാണ്, നമീമത്ത് പറയുന്ന പെണ്ണുങ്ങളാണ്, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണുങ്ങളായിരുന്നു, അയൽവാസിയെ ശല്യം ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. എന്റെ ഉമ്മമാരെ, വിഷയത്തിന്റെ ഇടയിലൂടെ മർമ്മപ്രധാനമായ വിഷയമാണിത്. നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. എത്രയോ ഉംറ ചെയ്ത ഉമ്മമാരാലയിക്കാം. എന്നാൽ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയെ നിന്റെ വാക്കുകൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ നീ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന മരുമകളോട് നീ ക്രൂരമായി പെരുമാറുന്നുണ്ടെങ്കിൽ, നീ നിന്റെ കുടുംബക്കാരനോടോ ആരോടെങ്കിലും നീ അനീതിയായി നീ പെരുമാറുന്നുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്തും നമീമത്തും പറഞ്ഞ് ഫിത്ന ഫസാദുകൾ ഉണ്ടാക്കുന്നെങ്കിൽ, ഉമ്മമാരെ ശ്രദ്ധിച്ചു കേട്ടോ, മരിക്കാനുള്ളതാണ്, ആഖിറത്തിലേക്ക് പോകാനുള്ളതാണ്. സകല കാര്യങ്ങളും എഴുതപ്പെട്ട കിതാബുകൾ കയ്യിൽ തരുന്നൊരു ദിവസം വരാനുണ്ട്. ആ കിതാബ് നോക്കിയിട്ട് മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. സൂറത്തുൽ കഹ്ഫിന്റെ പരിശുദ്ധമായ ആയത്ത് പറയുന്നു, മാലിഹാദൽ കിതാബ്, സകല മനുഷ്യന്റെ കയ്യിൽ തരുന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ സകലതും എഴുതി വെച്ചിട്ടുണ്ടാകും. അജ്ഞവനെപ്പറ്റി ഗീബത്ത് പറഞ്ഞതും നമീമത്ത് പറഞ്ഞതും ഫിത്ന ഫസാദ് ഉണ്ടാക്കിയത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്, തമ്മിൽ കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി തല്ലി തകർത്തുകൊണ്ട് ഫിത്ന ഫസാദ് ഉണ്ടാക്കിയത്, അങ്ങനെ സകലതും എല്ലാം ആ കിതാബുകളിൽ എഴുതി വെച്ചത് കാണുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, ആ സഹോദരൻ സഹോദരി ചോദിക്കുന്നു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്? ഇതാരാണ്? ഇതിന്റെ ഖാത്തിമാരാണ്? ഇതിന്റെ മുസന്നിഫാരാണ്? ഇത് എഴുതിയ ആളാരാ? ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഇത് പൊന്ന സഹോദര. എത്രയോ യാസീൻ ഓതിയിട്ടുണ്ട്, മരിച്ച വീട്ടിൽ പോയാൽ യാസീൻ ഓതിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ട്. മരിച്ചുപോയ ഉപ്പാക്ക്, ഉമ്മാക്ക്, ഭർത്താവിന്, ഭാര്യക്ക് യാസീൻ ഓതി അതിയെ ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ അങ്ങ് യാസീൻ ഓതുമ്പോൾ ഈ ആയത്ത് വരുമ്പോ ഒന്ന് ആലോചിക്കണമെന്ന് മനസ്സൊന്ന് പെടയണം. എന്താ? അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ദിവസമുണ്ടല്ലോ, മഹ്ശറാ ലോകത്ത് വരുന്ന വിചാരണയുടെ ദിവസമുണ്ടല്ലോ. നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായിലേക്ക് സീല് വെക്കപ്പെടുന്നു. നാവിന് സംസാര ശേഷിയില്ല. നാവ് കൊണ്ടല്ല സംസാരം, വായ കൊണ്ടല്ല സംസാരം. വായക്കൊരു പവറുമില്ല, നാവിനൊരു ചലനശേഷിയുമില്ല. വതുകല്ലിമുനാ അയ്ദീഹിം, കൈകളാണ് സംസാരിക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, കൈകൾ എങ്ങനെയാണ് സംസാരിക്കുക? കൈകൾക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, നബി തങ്ങളെ മറുപടി, ഏത് ബുദ്ധിയുള്ളവനിക്കും മനസ്സിലാക്കാൻ, ഏത് ബുദ്ധിയില്ലാത്തവനിക്കും വിവരദോഷിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ആ വളരെ ലളിതമായ മറുപടിയാണ് പ്രവാചകന്റെ മറുപടി. നാവിനിക്ക് സംസാരിക്കാൻ ശേഷി കൊടുത്ത റബ്ബിനിക്ക് ഈ കൈക്ക് സംസാരിക്കാൻ ശേഷി കൊടുക്കാൻ ആവതില്ലേ? ഈ നാവിനിക്ക് സംസാരിക്കാൻ ശേഷി കൊടുത്തതാരാണ്? അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാ. സുബ്ഹാനല്ലാഹ്. കോടിക്കണക്കിന് പണം ചെലവാക്കിയിട്ട്, മില്യൺ കോടി പണം ചെലവാക്കിയിട്ട് ഇവിടത്തെ ഇന്ന് നിലവിലുള്ള വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചതും
പഠിച്ചതും പിടിക്കപ്പെടാത്തതുമായ സകല വൈദ്യശാസ്ത്രത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സംസാര ശേഷിയില്ലാത്ത നാവിലേക്ക് സംസാരിപ്പിക്കാൻ ലോകത്തൊരു ശബ്ദിക്കും സാധ്യമല്ലല്ലോ. അള്ളാഹുവിന്റെ കുദറത്താണല്ലോ. ലോകത്തിന് രക്തപരീക്ഷണങ്ങൾ നടത്തുന്നു, ചോര ടെസ്റ്റുകൾ നടത്തുകയാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു ലോകത്ത് പലതും നമ്മൾ ആയുർവേദിക്കിലൂടെ നമ്മൾ വായിക്കുകയാണ്. ഇന്ന ഫ്രൂട്ട് കഴിച്ചാൽ രക്തം കൂടുന്നു, അതുപോലെ ഇന്ന ഭക്ഷണം കഴിച്ചാൽ രക്തത്തിന് സമ്മർദ്ദം കൂടുന്നു, ഇന്ന രക്തം കൂടുതൽ ഇന്ന ഫുഡ് കഴിച്ചാൽ രക്ത സർക്കുലേഷൻ കൂടുതൽ ഉണ്ടാകുന്നു. ഇങ്ങനെ പലതും നമ്മൾ ഇവിടെ വൈദ്യശാസ്ത്ര ആയുർവേദിക്കിലൂടെ യുനാനിയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ലോകത്ത് ഇത്രയെല്ലാം കണ്ടുപിടിച്ചിട്ട് ലോകത്തൊരു തുള്ളി രക്തം കണ്ടുപിടിക്കാൻ ലോകത്തൊരു ഡോക്ടർക്കോ ഒരു കണ്ടുപിടുത്തക്കാരനക്കോ സാധിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉറ്റുവീഴുന്ന ഒരു തുള്ളി രക്തത്തിന്റെ വില എത്രയാണ്? അത്രയും വിലമതിക്കാനാവാത്ത ആ രക്തമുണ്ടല്ലോ, അതിനെല്ലാം സംവിധാനിച്ചതാരാ? അർഹമുർ റഹീമിനായ റബ്ബല്ലേ. ഒരു തുള്ളി ഇന്ദ്രിയം കണ്ടുപിടിക്കാൻ ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മുടെ ശരീരത്തിലാകെ നിക്ഷേപിച്ചിട്ടില്ലേ? ഒരു കണ്ണിന്റെ കാഴ്ച ലോകത്തൊരു ചെരുവിലെ ഒരു രാജാവിന്റെ കഥ വായിക്കുന്നു. ഒരു യാചകനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കോടീശ്വരനായ രാജ്യം മുഴുവനും ഭരിക്കുന്ന കോടിയാധിപതിയായ രാജാവ് ആ സിറ്റ് ഔട്ടിൽ വീടിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് പലതും ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു. ആ സമയത്ത് യാചകനായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ ഇത്രയും സുഖസുന്ദരമായ കൊട്ടാരമുണ്ടായിട്ട്, എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത റൂമുകൾ ഉണ്ടായിട്ട്, എല്ലാ സംവിധാനങ്ങളുണ്ടായിട്ട് ഈ വരാന്തയിൽ ഇരുന്നു കൊണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ സമയം കളയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ, ആ രാജാവ് ചോദിക്കുന്നു, ഇവിടെ എന്താണുള്ളത് എനിക്കറിഞ്ഞുകൂടാ, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇവിടത്തെ തോഴന്മാരും തോഴിമാരും കൂടിയിട്ട് ഇവിടത്തെ എന്റെ പട്ടാളക്കാർ കൂടി ഉണ്ടാക്കിയ സുഖാഡംബര കേന്ദ്രങ്ങളാണ്, പക്ഷെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്, ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഈ ഇരിക്കുന്നെന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്തിനെ സ്മരിക്കാത്ത മനുഷ്യരെ ആലോചിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. ആ മഹാരാജാവ് ആ വൃദ്ധനായ യാചകനോട് യാചിച്ചു തോന്നു, ഞാൻ എന്റെ കൊട്ടാരം തരാം, ഞാൻ എന്റെ എന്റെ പൂന്തോപ്പുകൾ തരാം, എന്റെ വാഹനങ്ങൾ മുഴുവനും തരാം, ഈ രാജ്യത്തിന്റെ മുഴുവൻ അധികാരം തരാം. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത ആ കണ്ണിന് കാഴ്ചയില്ലേ, അതെനിക്ക് തരുമോ? യാചിക്കാൻ വന്ന യാചകൻ ഒന്നും അല്ലാഹു ചെയ്തിട്ടില്ലെന്ന് അവന്റെ നിഅമത്തിനെ മറന്നുപോയ മനുഷ്യനോട് രാജാവ് ചോദിക്കുമ്പോ രാജാവിനോടാ മനുഷ്യൻ പറയുന്നു, ഇല്ല, എന്റെ ഈ കണ്ണെനിക്ക് തരാൻ കഴിയൂല. ഈ കൊട്ടാരങ്ങളെക്കാളും വലുത്, ഈ ഈത്തപ്പന തോട്ടങ്ങളെക്കാളും വലുത്, ഈ പൂന്തോപ്പുകളെക്കാളും വലുത് എന്റെ രണ്ട് കണ്ണുകളാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബാ. അള്ളാനെ അറിയണമെങ്കിൽ നഫ്സിനറിഞ്ഞാൽ മതി, നമ്മളെ മനസ്സിലാക്കിയാൽ മതി. ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ അള്ളാഹുവിനെ പറ്റി നിഅമത്തിനെ മനസ്സിലാക്കാത്ത വിവരദോഷികളല്ലേ നമ്മൾ? മറ്റുള്ളവന്റെ കൊട്ടാരം വീടുകൾ കാണുമ്പോ നമ്മളാകെ എല്ലാം മറന്നുപോകുന്നു, മറ്റുള്ളവന്റെ വലിയ വാഹനം കാണുമ്പോ എല്ലാം നമ്മൾ മറന്നുപോകുന്നു. അള്ളാഹു ചെയ്ത നിഅമത്ത് എന്താണ്? ഒരു കിഡ്നി പേഷ്യന്റിനെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഉസ്താദിന് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി കളക്ഷൻ നടത്തി. അള്ളാഹു ഉസ്താദിന് പരിപൂർണ്ണ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. 30 ലക്ഷത്തോളം രൂപ ചെലവ്, 45 ലക്ഷത്തോളം രൂപ ചെലവുണ്ട് എന്നറിഞ്ഞു. എന്നിട്ട് ഒരു കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡയാലിസിസ് ചെയ്തതും, അതുപോലെ ആ കിഡ്നിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതിനെ സർവീസ് നടത്താൻ വേണ്ടി എത്രയോ ആയിരങ്ങൾ മാസത്തിലും കൊല്ലത്തിലും ചെലവുണ്ട്. എന്നാൽ അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല, രാജാതിരാജാവായ റബ്ബ് ചോദിക്കാതെ ഒരു കിഡ്നിയല്ല, ഒരു കിഡ്നി പോയാൽ അതിന് പകരമായി മറ്റൊരു കിഡ്നി അവിടെ
അവിടുന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന അർഹമുർ റഹീമിനായ റബ്ബേ, ആ റബ്ബിനിക്ക് സുബ്ഹാനല്ലാഹ് പറയാൻ സമയമില്ലെങ്കിൽ എത്ര വലിയ ധിക്കാരിയാണ് നമ്മൾ. ആ റബ്ബിന്റെ ചെയ്തു തന്ന ആ ശരീരത്തിൽ ഇത്രയെല്ലാം നിഅമത്തുണ്ടായിട്ട്, അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട്, സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ അസ്സലാത്തു ഖൈറും നിന്റെ കർണപുടങ്ങളിലേക്ക് ബാങ്കിന്റെ ശബ്ദം വന്നിട്ട് കേൾക്കുമ്പോ നീ അവിടെ നിന്ന് മൂടിപ്പതിഞ്ഞുറങ്ങുന്ന ചെറുപ്പക്കാരനുണ്ടോ? ആ കിഡ്നിയുടെ വില എത്രയാണ്? നിന്റെ ശരീരത്തിലുള്ള നരമ്പുകളെ നീ വന്ന് എണ്ണിക്കണക്കാക്കിയാൽ ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീറ്റർ ദൂരത്തേക്ക് ആ ശരീരത്തിലുള്ള നരമ്പുകളെ ഒന്ന് അവതവനെന്ന് അവ വീല് ചെയ്തു നോക്കിയാൽ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ആ നരമ്പുകളുണ്ട്. ആ ആർട്ടിലേക്ക് പോകുന്ന ഒരു നരമ്പ് ബ്ലോക്കായി പോയാൽ അതാ നിന്റെ ശരീരത്തിലുള്ള ആർട്ടിലേക്ക് സർക്കുലേഷൻ, രക്തം പമ്പ് ചെയ്യുന്ന ഒരു നരമ്പിനെ കൺട്രോൾ ചെയ്ത് അതൊന്ന് ബ്ലോക്കായി പോയാൽ നീ ഉടനെ കൊണ്ടുപോയി നിന്നെ ബൈപ്പാസ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെ കൊണ്ട് ലക്ഷങ്ങൾ ചെലവാക്കി. ഈ അടുത്തെന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ ഒരാഴ്ചയായി 3.5 ലക്ഷം ബില്ലടച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരാർട്ടിനിക്കൊരു ബ്ലോക്ക് വന്നപ്പോൾ അർഹമുർ റഹീമിനായ റബ്ബ് എന്റെ 42ാമത്തെ വയസ്സിൽ ഞാൻ ജീവിക്കുമ്പോ ഇന്ന് വരെ അൽഹംദുലില്ലാഹ് രാജാതിരാജാവായ റബ്ബ് ഒരു ദിവസം പോലും എന്റെ ആർട്ടിനെ കൺട്രോൾ ചെയ്ത് അതാ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാതെ നിയന്ത്രിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനിക്ക് മനസ്സറിഞ്ഞ് പറയണ്ടേ അൽഹംദുലില്ലാഹ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നോട് പറയാൻ പഠിപ്പിച്ചൊരു ദുആയുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇത് പ്രവാചകൻ പഠിപ്പിച്ച ദുആയാണ്. ഇന്ന് രാവിലെ ഉറങ്ങിയവരുണ്ട്, ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഇന്ന് റെസ്റ്റിന് ഉറങ്ങിയവരുണ്ട്, ഒരു ദിവസത്തിൽ 3-4 തവണ ഉറങ്ങിയവരുണ്ട്. ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇടത് ഭാഗത്തേക്കല്ല, വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. നിന്റെ ആർട്ടിനിക്ക് പ്രയാസമുണ്ടായി പോകരുതെന്ന് നിന്റെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാ ലോകത്ത് വൈദ്യശാസ്ത്രം കടന്നു വരുന്നതിന് മുമ്പ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 6 മണിക്കൂർ ഉറങ്ങിയിട്ട് നീ എഴുന്നേൽക്ക്, വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ചൊല്ലിയവർ എത്ര പേരുണ്ട്? ആലോചിക്കണം, ആത്മപരിശോധന നടത്തണം. വയലുകളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ഇന്ന് എന്നോട് ഒരു ഉസ്താദ്, ഒരാൾ കാറിൽ ഇന്ന് പറഞ്ഞു, ഉസ്താദ് വയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊബൈലിൽ നിറച്ചുണ്ടല്ലോ, മൊബൈലിൽ നിറച്ചും വയലുണ്ടല്ലോ, അതുകൊണ്ടാണ് ആള് വരാത്തത്. മൊബൈലിൽ നിറച്ചും വയലുണ്ട്. എത്രയോ വയലുകൾ കേട്ടു. 40 വയസ്സായവരുണ്ടാകും, 35 വയസ്സായവരുണ്ടാകും, 60 വയസ്സായ ആജിയാക്കന്മാരുണ്ടാകും. ഈ ദുആ നിനക്ക് ചൊല്ലാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഹബീബായ നബി തങ്ങളും നീയുമായിട്ട് എന്താ ലിങ്കുള്ളത്? എന്ത് ലിങ്കാണുള്ളത്? എത്രയോ ആളുകൾ എന്തെല്ലാം പഠിച്ചില്ലേ ലോകത്ത്. ഈ അടുത്ത് ഒരു സഹോദരനെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു 40 വയസ്സായതിനു ശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 40 വയസ്സിന് ശേഷം മക്കളെല്ലാം വിദ്യാഭ്യാസമുണ്ടായി വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മക്കളോട് കൂടെ ജീവിക്കാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവർക്കൊത്ത് ജീവിക്കാൻ വേണ്ടി പിന്നീട് ഞാൻ ട്യൂഷൻ എല്ലാം എടുത്ത് പ്രത്യേക കോച്ചിങ്ങിൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്യാവശ്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ പഠിച്ചു എന്ന് പറയുന്നെങ്കിൽ സാധിക്കാത്തതൊന്നില്ല, പഠിക്കാൻ കഴിയാത്തതൊന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പഠനത്തിന്റെ സമയം മിനൽ മഹ്ദി ഇലൽ ലഹദി എന്നാണ്. പഠനത്തിന്റെ സമയം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 15ാം വയസ്സാകുമ്പോൾ പഠനത്തിന്റെ സമയം കഴിഞ്ഞില്ല. പഠിക്കാനുള്ള മനുഷ്യന്റെ സമയം എപ്പോഴാണ്? മിനൽ മഹ്ദി ഇലൽ ലഹദി എന്നാണ്. തൊട്ടില് മുതൽ കട്ടില് വരെ പഠനത്തിന്റെ സമയമാണ്. പഠിച്ചുകൊണ്ടേയിരിക്കണം. 40ഉം 60ഉം 70ഉം വയസ്സായിട്ട് അള്ളാഹുവിന്റെ റിസ്ക് ഇത്രയെല്ലാം തിന്നിട്ട് ആ റബ്ബ് സുഖം. ഇന്ന് എത്രയോ ആളുകൾ ഉറക്കമില്ലാത്തതിന്റെ പേരിൽ എടുത്തൊരു ഡോക്ടറിനോട് ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ ഈ രോഗം, ഉറക്കമില്ലായ്മയുടെ ആളുകൾ
ആളുകൾ പരാതിയുമായിട്ട് വരുന്നില്ലേ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കന്നഡ ഭാഷയിലാണ് എന്നോട് പറഞ്ഞത്, ഒരുപാട് പ്രായമുള്ള ആളുകൾ. അദ്ദേഹം പറഞ്ഞു ഏകദേശം 60-65 വയസ്സിന് മേലെയുള്ള ആളുകളാണ് കൂടുതലും ഉറക്കമില്ലാത്തതിന്റെ പരാതിയുമായിട്ട് ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി, ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് വേറൊന്നല്ല ഡോക്ടർ, ഇനി നിങ്ങൾ ആരെങ്കിലും വന്നെങ്കിൽ ഇനി നിങ്ങൾ വന്നാൽ നിങ്ങൾ പറയണം അത് വർക്ക് കണക്കാക്കിയ വർക്കിനുള്ള ചെറുപ്പത്തിൽ ഉറങ്ങിയിട്ട് തീർത്തിട്ടുണ്ടാവും. സുബഹി നിസ്കരിക്കാതെ 9 മണി വരെ ഉറങ്ങിയവനെ പിന്നെ ഇനി വർക്ക് പണി തീരണ്ടേ? അതുപോലെ തിന്നാൻ കഴിയാത്ത കുറെ മനുഷ്യന്മാരില്ലേ, അവൻ അള്ളാഹു കണക്കാക്കിയ റിസ്കിനെ അവന് ഒന്നാകെ ബാല്യത്തില് പട്ടി നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നാൻ കഴിയില്ല. ഓരോരുത്തരും കണക്കാക്കിയിട്ടുണ്ടാവും, ആ കണക്കാക്കിയതനുസരിച്ച് തിന്നണം. കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നാകെ തിന്നാനുള്ളതല്ല ലോഡ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, അനാരോഗ്യം വരാൻ കാരണം ഇപ്പൊ ഈ പിക്കപ്പിൽ നിറക്കുന്നതിന് ആപ്പയിൽ നിറച്ചെങ്കിൽ എന്താവും? അല്ലേ, ബായന്റെ ലോഡ് പിക്കപ്പിൽ കൊണ്ടുവന്നതിന് ആപ്പയിൽ നിറച്ചെങ്കിൽ ബെലിഞ്ഞങ്ങനെ 2 കൊല്ലം കഴിയുമ്പോ എന്താവും, അതിനെ കൊണ്ടുപോയിട്ട് സർവീസിന് വെച്ചിട്ടാൽ പിന്നെ എന്താ എഞ്ചിന് മാറ്റേണ്ടി വരും, എഞ്ചിൻ അടി വരൂലേ? അതുപോലെ മനുഷ്യനിക്ക് എങ്ങനെ തിന്നണം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ഏത് തിന്നണം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ലിമിറ്റ് ഇസ്ലാം ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? വയറിന്റെ 1/3 ഭാഗമാണ് തിന്നേണ്ടത്. 1/3 ഭാഗം വെള്ളം കുടിക്കണം, 1/3 ഭാഗം വായു വിടണം. ഗ്യാസ്ട്രിക്കിന്റെ രോഗം വരൂല, ആരോഗ്യ പ്രശ്നം വരൂല. എന്ത് വേണം? ഒരുത്തിന് കിട്ടിയെങ്കിൽ പണ്ണൊക്കെ കിട്ടിയെങ്കിൽ തിന്നും തന്നെയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോട്ടലിൽ പോയിട്ട് പൈസ കൊടുത്ത് തിന്നും അപ്പ അറിയണം. അപ്പൊ 2 പൊറോട്ട എന്തെങ്കിലും അപ്പോനോട് പറയൂ, 2 പൊറോട്ട എനിക്ക് ധാരാളം വയ്യാന്ന്. ഫ്രീ കിട്ടുന്നെങ്കിലും അപ്പുറത്തെ വല്ല ബഫന്റെ അടുത്തെങ്കിൽ 25 ഐറ്റം അതിനെല്ലാം കോരിക്കൊണ്ട് വരുന്ന. ഇനിയിപ്പോ പിന്നെ തടുപ്പേ പോലത്തെ പിള്ളേട്ടാക്കണത്തെ ബഫന്റെ അടുത്ത്. ദയവ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ബഫേ ഉണ്ടാക്കുന്നെങ്കിൽ എന്താക്കണം, 25 ആളെ വിളിച്ചിട്ട് 50 ആളെ ഫുഡ് ആക്കണം. ഒരുപാട് വിസ്രാഫ് ചെയ്യുകയാണ്. കിട്ടിയെല്ലാം ആകെ മനുഷ്യന്റെ ആർത്തിയാണ്. അതും പോണം ഇതും പോണം. ഇതിടെ 4 തിന്നിട്ടാൻ വീടെന്ന് പറഞ്ഞില്ലേ, പിന്നെ കൊണ്ടിട്ടാണ് ചാണത്തിന്. നീ തൊട്ടാൻ ആരെങ്കിലും തിന്നോ? സ്വന്തം പെഞ്ഞായി തിന്നില്ല അല്ലെ? ഞമ്മ പോരേലും ബാക്കിയായാലും പോരേലും നമ്മളെ ഭാര്യമാരെ തിന്നില്ല, പിന്നല്ലേ പിന്നെ തിന്നാണ്. അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് അവന്റേതായിരിക്കുന്ന ആരോഗ്യ നിലയനുസരിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കമില്ലാത്തതിന്റെ പേരിൽ എത്രയോ ആളുകൾ സങ്കടപ്പെടുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. ഒരു 5 മിനിറ്റ് ഉറക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേവലാടിപ്പെടുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ദുആകൾ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ, ഇത് ചൊല്ലിയിട്ട് ഉറങ്ങിയവരാരുണ്ട്? ഇന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ, ഇതുവരെ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇനി കാലങ്ങൾ കുറയില്ല. ആയുസിന്റെ 3/4 അംശം കഴിഞ്ഞുപോയി, 3/4 ഭാഗം കഴിഞ്ഞുപോയി. ഏകദേശം 40 വയസ്സാകുമ്പോ അസറിന്റെ ശേഷമായി, ഉച്ചന്റെ ശേഷമായി. 60 കഴിഞ്ഞാൽ അസറിന്റെ ശേഷമായി. പിന്നെ മോന്തി അവന് കുറച്ച് ടൈമേ ഉള്ളേ അല്ലെ? ഉച്ചോളം എന്ത് മോശമല്ലോ, ഉച്ചോളം ധൈര്യത്തിൽ എന്താക്കാം പിന്നെ എടുക്കാം. ഉച്ചന്ന് പിന്നെ ഏത് പണിയാന്നല്ല, ഉച്ചക്ക് പിന്നെ ചോറ് കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് ഉറങ്ങിട്ടാകുമ്പോ അസറായി. 40 വയസ്സായി പിന്നെ 60ലേക്ക് എത്തുന്ന സമയം പിന്നെ കിട്ടൂല. പിന്നെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞു നോക്കുമ്പോ 40 വയസ്സാകുമ്പോൾ സുഗുലി തുടങ്ങി. 30 വയസ്സ് വരെ മംഗലം കഴിക്കാത്ത എന്താ സിംഗിൾ ലൈഫ് എന്ത് മോശമില്ല. തോന്നിയത് പോയത് ബന്നെടുത്ത് ലിമിറ്റ് ഇല്ല. ഒട്രാസി പോയത് കിട്ടിയനെ തിന്ന് കിട്ടിയനെ കുർത്തിട്ട് കടന്നുറങ്ങുന്ന കാലം. അതെല്ലാം കഴിഞ്ഞിട്ട് പെണ്ണെല്ലാം കെട്ടിയിട്ട് 2 മക്കളായിട്ടാകുമ്പോ 40 വയസ്സാകുമ്പോ പിന്നെ തുടങ്ങി മോളെ കെട്ടിക്കുന്ന. അങ്ങനെ 60 വയസ്സ് വരെ മോളെ കെട്ടിക്കാൻ വേണ്ടിയുള്ള ദുനിയാവിനെ പരക്കം പാച്ചിലായി. 60 വയസ്സാകുമ്പോ പിന്നെ പള്ളിക്ക് വരാൻ കഴിയുന്ന, പിന്നെ വേറെ കുട്ടികള് വീൽ ചെയറിൽ കൊടുന്നിട്ടിരുത്തണം. അത് പുള്ളിമാരാ മക്കൾ കൊടുന്നില്ലെങ്കിൽ ആജിയാർ എന്നിട്ട് ഇങ്ങനെ കരയാ, പഠിച്ചോനെ പള്ളിക്ക് പോകാൻ ആശയുണ്ടായി, എന്താക്കുന്നത് മലക്കുകൾ കേൾക്കും. അന്ന് പോണായി, അന്ന് വെള്ളിയാഴ്ച എത്ര ഉസ്താദ് വേല പറഞ്ഞിട്ടില്ല എന്നോട്, വേഗം വാ, 10 മണിക്ക് വാ, 11 മണിക്ക് വാ. നീ 12:45 കഴിഞ്ഞിട്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് 12:45 കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് ബാളെടുത്തിട്ട് മാഷറൽ മുസ്ലിം ചൊല്ലിയിട്ട് ആവോളോ കച്ചവടാക്കി തന്നെ. കച്ചവടാക്കിട്ട് വന്ന അപ്പൊ ഇബിലീസ് പിന്നെ എന്നിട്ട് എന്തായി, അപ്പം വന്നിട്ട് എന്തായി, ഒരു 500 രൂപന്റെ കച്ചവടത്തിന്റെ ലീസ്റ്റുമായിട്ട് വന്ന്. അപ്പൊ ഓന് അതിനും പിന്നെയും കെട്ടി കൊടുത്ത് പോയെങ്കിൽ 500 രൂപന്റെ കച്ചവടം കിട്ടുന്നതിന്റെ 50 രൂപ ലാഭം, 50 രൂപ ലാഭത്തിന് കൊണ്ടാണ് കാത്തു നിന്നിട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോ 1-ാമത്തെ റക്അത്ത് ജുമാ. ഇങ്ങനത്തെ ജുമാ നിസ്കരിച്ചവർക്ക് ജുമാന്റെ കൂലി കിട്ടുമോ? കിട്ടൂല. മുഅ്മിനീങ്ങളെ ആലോചിക്കണം, മനസ്സിലാക്കണം. ജുമാ ഖതീബ് ഖുതുബ തുടങ്ങിയാൽ ഖുതുബ തുടങ്ങിയതിന് ശേഷം പിന്നെ മാർക്കില്ല. മലക്കുകൾ പോയിട്ട് ഇരുന്ന് പിന്നെ ഖുതുബ കേൾക്കാനിരുന്ന് പിന്നെ ഓർക്ക് ഒപ്പിടാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇത്ര കാലം സുഖങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും എല്ലാം തന്നിട്ട് ഒരു ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ ഇത് ചൊല്ലാൻ നമുക്ക് സമയം ഉണ്ടായിട്ടില്ല, ചൊല്ലാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും?
ഇപ്പം സീസണിന്റെ സമയം വരാനായി, 1.5 മാസം കഴിഞ്ഞ് ഒറ്റ പോക്ക്, 1 സെക്കൻഡ് എല്ലാം കഴിഞ്ഞ്. എന്തെല്ലാം കേൾക്കുന്നേ ഗൗരവത്തിൽ. അതിനായിട്ട് നിങ്ങൾ കേൾക്കണ്ടാന്ന്, കേൾക്കാൻ നിർബന്ധമില്ല. ഒരിക്കൽ ചോദിച്ചോ. ഇത് 3 വർഷം പത്തിയാക്കണം. ഉസ്താദ് 2 മിനിറ്റ് ലേറ്റായെങ്കിൽ പിന്നെ വീടിന്റെ താഴെ കയറി ഈ വള്ളിക്കാവല്ല വേറെ വള്ളിക്ക് തറാവി പോകണം. ഇത് 300 എങ്ങനെ തരുന്നു? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് അള്ളാൻ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ആജിയാർ ഉമറാജിന്റെ ഇതൊക്കെ വർക്കൊരു ആവശ്യമുണ്ട്. അജറ ഇവർ 500 നമുക്ക് കൊടുക്കോ? പരിധിക്കൊന്ന് വെച്ചിട്ട് ഇയാൾ ഓടിക്കൂലേ? മര്യാദക്ക് പോയിട്ട് ആജിയാറെ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കഷ്ടമുണ്ട്, കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായിക്കണോ? മാന്യമായിട്ട് പോയിട്ട് ചോദിച്ചാൽ നമ്മൾ എന്താവും? 500 കൊടുക്കുന്ന 2000 കൊടുക്കൂലേ? കൊടുക്കും. അത് മര്യാദയാ. അതുപോലെ പടച്ചോനോട് നമ്മൾ ചോദിക്കുമ്പോ മര്യാദ വേണം. മലക്കുൾ ചോദിക്കും, പോറാ നീ എടുത്തോണ്ട് പോ, എന്ത് വേണം പോ, ഒറ്റ തട്ട് കെട്ടും. അങ്ങനല്ല, മാന്യമായിട്ട് മര്യാദക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇദ്ദി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനാൻ. ഒരിക്കൽ മതി. ആ 3 പേര് ചെല്ലുന്ന സമയത്തിനെ കവറാക്കി ഒരിക്കൽ ചെല്ല് മതി. ഒന്ന് കബൂലാവുമല്ലോ. ഇത് 3 കിട്ടാൻ വേണ്ടി ഒന്നുമില്ലാതെ നിൽക്കുന്നതിന്. അപ്പൊ അതെല്ലാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലും ചെല്ലാൻ അറിയുന്നില്ല. ഇപ്പൊ കുറെ നാട്ടില് ഈ നമ്മൾ ഇവിടെ ഉണ്ടെന്നറിയല്ല, ലക്കൽ ഹംദി യാ റബ്ബി യാ അല്ലാഹ് ഇവിടെ ഉണ്ടോ സാർ? വെള്ളിയാഴ്ച ചില നാട്ടിലുണ്ട് 60 കൊല്ലമായിട്ട് ഓന് ജുമാക്ക് ഇമാമിന്റെ ബാക്കിലുണ്ടാവും. ആര്? ഈ നാട്ടുകാരന്. ഏത് കത്തി വന്ന് ഓനുണ്ടാവൂലേ? ഓൻ ഇത്തരം മാത്രം അറിയുന്നേ. തീർന്ന്. അതിന്റെ അപ്പുറം ഓനെ അറിയുന്നില്ല. എത്ര കൊല്ലം? 60 കൊല്ലമായിട്ട് മോനിനെ ചെല്ലുന്ന കേൾക്കുന്നു. ഒരിക്കൽ ഉസ്താദിനോട് വന്നിട്ട് ബാക്കി എല്ലാത്തിനും ഞമ്മ കുറ്റിയടിക്കാൻ സമയം കേൾക്കുന്നില്ലേ? പൊരകെട്ടിന്റെ കുടീന്റെ സമയം കേൾക്കുന്നില്ലേ? മോളെ മംഗളത്തിന്റെ സമയം കേൾക്കുന്നില്ലേ? കിടായിന് പേരിടുമ്പോ ഏറ്ററക്കത്തിന്റെ സമയം കേൾക്കുന്നില്ലേ? മുടിയെടുക്കുമ്പോ എല്ലാത്തിനും ഞമ്മ ദുനിയാവിന്റെ കാര്യത്തിലുണ്ട്, ആഖിറത്തിന്റെ കാര്യത്തിൽ. ഉസ്താദെ ഞാൻ ചോദിക്കട്ടെ, ഇതെന്തിനാ ഞാൻ പറയുന്നത്? ഉസ്താദെ ഞാൻ 60 കൊല്ലായി നിസ്കരിക്കുന്നേ, എന്റെ ഒരു ഫാത്തിഹ ശരിയുണ്ടോന്ന് ഉസ്താദ് നോക്കണം. എനിക്കൊരു ഫാത്തിഹ നിങ്ങൾ ശരിയാക്കി തരണം. ലാ സ്വലാത്ത ലിമൻ ലം യഖറൽ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ശരിയായിട്ട് ഓതാത്തവർക്ക് നിസ്കാരമില്ല, നിസ്കാരം സ്വഹീഹല്ലാന്ന് സ്വഹീഹായ ഹദീസാണ്. ഒരു ഇമാമിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഷാഫി ഇമാമിന്റെ സകല പണ്ഡിതന്മാരും പറയുന്നത് ഫാത്തിഹയിൽ ഒരു അക്ഷരം തെറ്റിയാൽ അവന്റെ ഫാത്തിഹ കബൂലല്ല, നിസ്കാരം സ്വഹീഹല്ല. ഇന്ന് വരെ ഒരു ഉസ്താദിനോട് പോയിട്ടിരുന്നിട്ട് ഉസ്താദ് എന്റെ ഫാത്തിഹ ഒന്ന് നോക്കോ, ഒരു ഫാത്തിഹ എനിക്ക് ശരിയാക്കി തരോ, ഒരു 2000 കൊടു, 5000 കൊടു, 5 ലക്ഷം കൊടു, നഷ്ടല്ല. നീ പൊരകുടിയാക്കിയിട്ട് മറ്റെല്ലാക്കിയിട്ട് 2000 3000 കൊടുക്കുന്നില്ലേ? അതേപോലെ ഉസ്താദിനോട് എനിക്ക് എന്ത് പ്രശ്നമില്ല. ഉസ്താദ് ആരോട് പറയരുത് ഞാൻ ഫാത്തിഹ പഠിക്കാൻ വന്നാൽ പറയണ്ട, നാളെ ഫാത്തിഹ പഠിക്കാൻ വന്നാൽ പിന്നെ വീടിന്റെ താകെ പാട്ടാവും. എത്ര കാലമായിരുന്നു നിസ്കരിക്കുന്നവര് ഫാത്തിഹ, പിന്നെ ഇത്ര കാലം പോലെ എന്ത് നിസ്കരിച്ചേ? അതിനെ തമാശാക്കാനാണ്, ട്രോളിയാക്കാൻ ആളുകൾ. അതൊന്നും നോക്കണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇരുന്ന് ഇനി പള്ളിയിലത്തെ ഉസ്താദിനോട് വേണ്ട, നിങ്ങളെ കുടുംബത്തിൽ ഫാമിലി ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എത്രയോ ആളുകൾ പലതും ചോദിക്കാൻ വിളിക്കുന്നു, എന്തെല്ലാം ചോദിക്കാൻ വേണ്ടി വിളിക്കൂ. ഇത് ഈ അടുത്ത് ഞാൻ ഒരാൾ ചോദിച്ചു, പല്ലി മേക്ക് വേണമെങ്കിൽ മരിക്കുന്ന ഉസ്താദ് അതൊക്കെ ഇങ്ങനത്തെ അനാവശ്യത്തിന് കേൾക്കാനല്ല. എത്ര പല്ലി മേക്ക് വേണമെങ്കിൽ മരിക്കുമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് വീണി നീ മരിച്ച? ഉത്തരാട എന്നെ കിട്ടിയില്ലേ? പല്ലി മേക്ക് വീണവനാണ് ചോദിക്കുന്നത്, പല്ലി മേക്ക് വീണെങ്കിൽ മരിക്കുമെന്ന്. മറ്റേ ഓന് പറയുന്നത് എന്റെ മേക്ക് വീണി, നീ മരിച്ചിട്ടില്ല, ഇപ്പൊ ഇത്ര മരിക്കുന്ന അപ്പൊ എന്നെ മരിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഒരു മീത്തന്ന് വലിയ പാരിവാള വീണെങ്കിൽ മരിക്കാല, പിന്നെ ഇത്ര ചെറിയ പല്ലി വീണെങ്കിൽ മരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തതെല്ലാം ചോദിക്കാൻ നമ്മളെ കൂട്ടത്തിൽ ആളുണ്ട്. ദീനിയായ കാര്യം, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട കാര്യം, ബിസ്മിക അല്ലാഹുമ്മ അമൂതു. ചെറിയ മക്കൾക്ക് ചോദിക്ക്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ ആജിയാക്കന്മാർ നിങ്ങൾ ബേജാറാണ്ട, പൈസ കൊടുക്കണ്ട. ഇനിയിപ്പോ ഉസ്താദിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നും അതിനയാൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പണിയാക്കിന്ന് വെച്ചിന്ന് പറയണ്ട. ഉസ്താദ് നിങ്ങളെ പോരയിൽ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ മക്കള് പുള്ളിമാരുണ്ടാവും. ഓരോട് ചോദിക്ക്, ഉസ്താദ് ഇന്നത്തെ പാഠത്തിൽ എന്ത് പഠിപ്പിച്ച, എന്തെല്ലാം ഉണ്ടായിനി? അതിലെല്ലാം പഠിപ്പിച്ചിനി. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ. പടച്ചോനെ, ചെറിയൊരു മരിപ്പിലേക്കാണ് ഞാൻ പോകുന്നത്, ഇനിയൊരു ചെറിയൊരു ഹയാത്തുണ്ട് എനിക്ക്. എന്നിട്ട് നിസ്കാരം ഉറക്കം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ ഇത് പറഞ്ഞിട്ട് എഴുന്നേൽക്കേണ്ട മനുഷ്യർ അത് ചൊല്ലാൻ നമുക്ക് സമയമില്ല. നമ്മളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ആള്. നമ്മളെ നാട്ടിൽ കണ്ടില്ലേ, മരിച്ച പോലെ മയ്യത്തിനെ കടത്തിട്ട് കട്ടിലിന്റെ 4 കാലിലേക്ക് ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കുന്ന കണ്ടിട്ടില്ലേ? അല്ല, പഴയ കാലത്തെല്ലാം ഉണ്ടായത്. കട്ടിലിന്റെ അടിക്ക് ഈ മയ്യത്ത് കടത്തിയ കട്ടിലിന്റെ കാല് ചെറിയ കപ്പില് വെള്ളം വെക്കുന്നത്.
എന്തിനെന്നറിയാം, എനിക്കത് കുറെ കാലം എന്റെ മനസ്സിന് ഇങ്ങനെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു. ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞവർ എല്ലാം ചോദിച്ചെങ്കിൽ ഇത്തരല്ല കിതാബ് ഓതിയിട്ട് ഇതറിയല്ലേ ചോദിക്കുന്നത്. അങ്ങനെ കാരണം ചോദിക്കുന്നവരോട് അങ്ങനെയാണ്. അങ്ങനെ ഞാന് ഏതായാലും എന്റെ മനസ്സിൽ ഡൗട്ടല്ലേ. ഇപ്പൊ അല്ല ദർസ് പഠിക്കുന്ന ഞാൻ മുത്താലിമായിട്ട് കുറെ മരിച്ചവർക്ക് ഓതുന്ന സമയത്തല്ലേ ഇത് കാണുന്നു. ഇങ്ങനെ ആകെ ഇങ്ങനെ ആരോട് ചോദിക്കാന്. അങ്ങനെ എന്താ ഏതായാലും പടച്ചോൻ വെച്ചവരായി എന്ന് പറഞ്ഞിട്ട് ഒരാളോട് ചോദിച്ചു, ഒരു വയസ്സിനോട്. അയാൾ വെച്ചിട്ട് ഇതെന്ത് ഇതിന്റെ സിറെന്ത്? ഞാൻ വിചാരിച്ചു സംസം വെള്ളം വെച്ച് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കത്തിന് വേണ്ടിട്ട് മന്ത്രിച്ച വെള്ളം. അപ്പോഴാണ് എനിക്ക് പൊട്ടിയത്. അയാൾ പറഞ്ഞു, ഉസ്താദ് അത് അങ്ങനല്ല, ഇതിൽ എറുമ്പ് പോയിട്ട് മയ്യത്തിലേക്ക് എറുമ്പ് കൂടുന്നതിന് ഈ വെള്ളം വെക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി, പടച്ചോനെ എത്ര കൊല്ലായി ഞാൻ ബെഡിൽ കിടക്കുന്നേ, എത്ര കൊല്ലായി നിങ്ങളെല്ലാം ബെഡിൽ കുറെ കിടക്കുന്നില്ലേ? ചുറ്റുപട്ടത്തും കുറെ എറുമ്പിന്റെ ആടെല്ലാം ബുള്ളാട്ടിന്റെ പൊടിയെല്ലാം വേറിയിട്ട് നോക്ക്, പഞ്ചസാര ചൊരിഞ്ഞിട്ട് നോക്ക്. ഞമ്മളെ മൂക്കിന്റെ ഉള്ള കെറുമ്പ് പോന്നാ, ചെബിന്റെ ഉള്ള കെറുമ്പ് പോന്ന് ചിലപ്പോ ഇപ്പോ ജനാപത്ത് വിളിക്കാതെ ഉറങ്ങി പോകും. അവൻ മലക്കുകൾ ഉണ്ടാവൂലാടെ. അവൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി എന്റെ കുളി ശരിയായിട്ടില്ല, കുളി ശരിയാകാത്തവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവൂല. അപ്പൊ ആ സമയത്ത് അതിനെ മുഴുവനും കൺട്രോൾ ചെയ്തത് ആരാണ്? രാജാതി രാജാവായ റബ്ബുൽ ഇസ്സത്താണ് നമ്മളെ കൺട്രോൾ ആക്കിയത്. എന്നാൽ മരിച്ചിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹൂറിയാൽ നിന്റെ ശരീരത്തിലേക്ക് എറുമ്പ് വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് വ്യവസ്ഥകൾ തേടേണ്ടി വരുന്നു എങ്കിൽ പൊന്നാര സഹോദരാ, നീ 24 മണിക്കൂറൊന്ന് ഉറങ്ങി നോക്കൂ. ഉറങ്ങണ്ട, ഉറങ്ങിണ്ട, നിസ്കാരം കള്ളാവും. ഇനി ഉറങ്ങി തന്നെ വെച്ചോ. 24 മണിക്കൂർ ഉറങ്ങി. എന്നോട് ഒരു ചങ്ങായി ചോദിച്ചിട്ടുണ്ട്, ഒരു ചങ്ങായി സൗദിയിലുള്ള ഉസ്താദ്, സ്വബഹിസ്കരിച്ചിട്ട് ഉറങ്ങിയത് ബാങ്ക് കൊടുക്കുമ്പോൾ എണിച്ച് എന്റെ നോമ്പ് ശരിയാവും. സ്വബഹിസ്കരിച്ചിട്ട് അത്തായം വെച്ചിട്ട് ഇറങ്ങിയിട്ട് മോനെ വിളിക്കുമ്പോ മകരി ബാങ്ക് കൊടുത്തിട്ട് ഈത്തപ്പായം കൊടുത്തിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, എന്റെ നോമ്പ് ശരിയാവും. ഞാൻ പറഞ്ഞു, നോമ്പ് ശരിയാവും, നോ പ്രോബ്ലം. പക്ഷെ നിന്റെ 2 നിസ്കാരം കളായില്ലേ? നിസ്കാരത്തിനേക്കാളും വലുതല്ലല്ലോ നോമ്പ്. അപ്പൊ അങ്ങനെ ഒരാൾ 24 മണിക്കൂർ ഉറങ്ങിയിട്ട് നോക്ക്. അങ്ങനെ ഉറങ്ങിയാൽ അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ മൂക്കുദ്വാരങ്ങളിലേക്ക് എറുമ്പിനിക്ക് പ്രവേശനമില്ല. രാജാതിരാജാവായ റബ്ബ് നിനക്ക് പ്രത്യേക കോഡുകൾ നിയമിച്ചിട്ടുണ്ട്. നിനക്ക് പ്രത്യേകമായ മലായിക്കത്തിന്റെ കാവല് നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തു തന്നിട്ട് നിന്നെ ഇത്രയും നിനക്ക് സംരക്ഷണം തന്ന, പ്രൊട്ടക്ഷൻ തന്ന അർഹമർ റഹീമായ റബ്ബിനിക്ക് ഒരു സുബഹി നിസ്കാരം നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി, നിന്നേക്കാളും അപ്പുറം വേറൊരു ധിക്കാരിയെ ലോക ചരിത്രത്തിൽ നിന്ന് തേടിപ്പിടിക്കാൻ സാധ്യമല്ല. വല്ലക്കാരാ, ചെറുപ്പക്കാരെ, സുബഹി നിസ്കാരം നിസ്കരിക്കാതെ നീ കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നേക്കാളും വലിയ ധിക്കാരി ലോകത്തിലില്ല. കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ജീവിക്കുന്ന ചെറുപ്പക്കാരെ ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ടത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിങ്ങളോട് എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി പറഞ്ഞത്. എത്രയോ ചെറുപ്പക്കാർ പെട്ടെന്ന് മരിക്കുന്ന ദാരുണമായ രംഗങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്ന് 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. അങ്ങകലെ അബുദാബിയിൽ നടന്നൊരു അപകട മരണത്തിൽപ്പെട്ട് 4 പിഞ്ചുമക്കൾ. അല്ലാ, കുടുംബത്തിന് സമാധാനം കൊടുറബ്ബേ. ആ കുട്ടികളെ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന പുഷ്പങ്ങളാക്കി മാറ്റണേ അല്ലാ. ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഉമ്മാന്റെ ഉപ്പാന്റെ തലോലുകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്, അവരുടെ ഫ്ലാറ്റിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടായിരിക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് കാറിലൂടെ കടന്നിറങ്ങിയ ആ 13 അതുപോലെ തന്നെ 9, 7, 5 വയസ്സുള്ള ആ 4 മക്കൾ പിടഞ്ഞു മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സഹോദരാ, അവർക്ക് സ്വർഗത്തിൽ ദറജ വെച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കാം. പക്ഷേ നമുക്ക് പാഠം പഠിക്കാനുണ്ട്. ആയുസ്സിന് വിലയില്ല. 1 സെക്കൻഡ് നേരം മതി. ഹെൽമെറ്റ് ഇടാതെ റോട്ടിലൂടെ 3 ആളുകളെ നിന്റെ ഗേൾഫ്രണ്ടുകളെ ഇരുത്തിയിട്ട് നീ വളരെ സ്പീഡിലൂടെ സഞ്ചരിക്കുമ്പോ ഒറ്റൊരു കാര്യം ചെറുപ്പക്കാര് ചിന്തിച്ചാൽ മതി. 1 സെക്കൻഡ് നേരത്തിന്റെ 1 സെക്കൻഡ് നിന്റെ മനസ്സിനെ അള്ളാഹു ഉറക്കിയാൽ, നിന്റെ ശ്രദ്ധയല്ല പിടിച്ചു വെച്ചാൽ, റോഡിൽ നീ പിടഞ്ഞു വീണ് മരിക്കുന്ന മയ്യത്തുകളായ ദാരുണമായ രംഗങ്ങൾ കാണുന്നില്ലേ? കണ്ടിട്ടും കേട്ടിട്ടും പാഠം പഠിക്കാത്ത ചെറുപ്പക്കാരെ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളായി പോകരുതേ.
അള്ളാഹുവിന്റെ ദീനനുസരിക്കാത്ത മക്കളായി പോകരുത്. ചെറുപ്പക്കാർ വഴിവെച്ച് പോകുന്ന കാലമാണ്. ഞാൻ എന്റെ വിഷയം എവിടെയോ തുറന്നു നിർത്തിയതാണ്. നേരത്തെ ചരിത്രത്തിന്റെ പകുതി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് പിന്നെ ബഹുമാനപ്പെട്ട സുഫിയാൻ സൂരി തങ്ങളെ കാലത്തുണ്ടായ ആ പെണ്ണ് പറഞ്ഞ കഥ എന്താണ്, ആ സഹോദരൻ പറഞ്ഞ കഥ എന്താണ്? ഉമ്മാന്റെ സ്വഭാവം എന്തായിരുന്നു? ഗീബത്തും നമീമത്തും പറയുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് മരിച്ചപ്പോൾ ഈ വികൃതമായ കോലത്തിലായത്. പക്ഷേ ഉമ്മാനെ രക്ഷപ്പെടുത്തിയത് പ്രവാചകന്റെ സ്വലാത്താണ്. നബി തങ്ങൾക്ക് നന്നായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൈവിട്ടില്ല. ആ രംഗം വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ 24 മണിക്കൂറിന്റെ അദ്ദേഹത്തിന്റെ അത്യാവശ്യ സമയങ്ങൾ കഴിഞ്ഞാൽ മുഴുവനും അദ്ദേഹം സ്വലാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഇത് പതിവാക്കിക്കോ. നമ്മുടെ മക്കൾക്ക് പ്രവാചകന്റെ സ്നേഹം പഠിപ്പിക്കണ്ടേ? അദ്ദിബു ഔലാദക്കും വലാ സലാസി ഖിസാൽ ഹുബ്ബി നബിയിക്കും ഹുബ്ബി അഹ്ലി ബൈതി വഖിറാഅത്തുൽ ഖുർആൻ. ഏതെങ്കിലും ഉമ്മമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഉപ്പമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ ചരിത്രം മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ ഉണ്ടോ? ഒരുപാട് സയന്റിസ്റ്റുകളുടെ ഒരുപാട് നോവലുകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. മൊബൈലിലൂടെ ഒരുപാട് സ്റ്റോറികൾ നിങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടാകും. ചെറിയ 3-4 വയസ്സായ മക്കൾക്ക് പ്രവാചകന്റെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് ക്ലാസുകൾ, ഒരുപാട് കുട്ടികൾക്കായിട്ട് മാത്രം അവതരിപ്പിക്കുന്ന ഒരുപാട് അവതരണ ശൈലികളുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങളുടെ യൂട്യൂബ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കുട്ടികൾക്ക് പ്രവാചകന്റെ മദ്ഹ്, പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ പഠിപ്പിക്കണ്ടേ? ആ മക്കൾ നന്നാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു അൻ യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. മക്കളെ വഴിപഴിപ്പിച്ചത് ആരാ? മക്കളെ നല്ലവരാക്കിയത് ആരാണ്? ഉമ്മമാരാണ്. മക്കളെ മോശപ്പെട്ട വഴിയിലേക്കാക്കിയത് ആരാണ്? ഉമ്മമാരാണ്. എല്ലാത്തിനും കാരണക്കാർ ഉമ്മയും ഉപ്പയുമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ആ മക്കളെ നസ്രാണിയാക്കുന്നത്, ജൂതനാക്കുന്നത്, യഹൂദിയാക്കുന്നത് മാതാപിതാക്കളാണ്. അതുപോലെ നമ്മളെ മക്കളെ കള്ളന്മാരാക്കുന്നത് മാതാപിതാക്കളാണ്. ഞാനൊരു ഉദാഹരണം, ചെറിയ സാമ്പിൾ ആയിട്ട് പോരെ എന്ന് പറയുന്ന നമ്മളെ മക്കൾക്ക് കളവ് പറയാൻ ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ആരും അറിയോ നിങ്ങൾക്ക്? കളവ് പറയാൻ ഫസ്റ്റ് ട്രെയിനിങ് കേടുന്ന് കിട്ടുന്നേ സ്കൂളിൽ നിന്ന് ഉസ്താദ്, മദ്രസ ഉസ്താദ്മാർ പഠിപ്പിക്കുന്നില്ല, സ്കൂളിൽ നിന്ന് മാസ്റ്റർമാർ ഏതായാലും പഠിപ്പിക്കുന്നത് സബ്ജക്ട് അനുസരിച്ചിട്ട്. കാരണം ഓരോ ടൈം ടേബിളിൽ പോകുന്നല്ലേ, അന്ന് പഠിപ്പിക്കുന്നത്. ഏടുന്നാ കിട്ടുന്നത്? അങ്ങാടി ആരും പോർക്ക് ചങ്ങായിപ്പാടില്ല. ആരാ ഫസ്റ്റ് ഈ കുട്ടീനെ കള്ളനാക്കുന്നത്? ആരാ? ഉമ്മ. ഞാൻ ഉദാഹരണം പറയാം. പറഞ്ഞാൽ ചിലപ്പോ ചില ഉമ്മമാർക്ക് ദഹിച്ചോളണമെന്നില്ല. ദഹിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ബേജാറായെങ്കിൽ പ്രശ്നമില്ല. കാരണം ഇടക്കേതായാലും ഉണ്ടാക്കി വെച്ച ചോറ് പള്ളിക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ഏതായാലും നമുക്ക് ചോറ് കിട്ടാതായി പോലെ അല്ലേ? ചോറ് വന്നില്ലല്ലോ സാർ. കള്ളനാക്കുന്നതാരാ? കുട്ടി 2 ദിവസം ലീവായി. ഉസ്താദ് ചോദിച്ചു, എന്തേ നീ മദ്രസയിൽ വരാത്തേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കണ്ണൂർ ബീച്ചിലേക്ക്, അല്ലെങ്കിൽ കുന്താപ്പുറത്തേക്ക് ഫാമിലിയിലെല്ലാം ആരും മംഗലായിട്ടുണ്ടായി. ഒരല പോകുമ്പോ ഓളെ വിളിച്ച്, ഞാൻ പോയില്ല. എങ്ങനെ എല്ലാവരും പോകുമ്പോ ഞമ്മ പോയില്ല. അങ്ങനെ ബേജാറായിട്ട് മാപ്പിളിനെ ബേജാറാക്കിയിട്ട് സങ്കടാക്കിയിട്ട് കീസേന്ന് പൈസ കട്ടിട്ടും കക്കാതെ എടുത്തോണ്ട് പോയിട്ട് വന്നിട്ട് നോക്കുമ്പോ എന്തായി? ആടെ പോയിട്ട് നോക്കുമ്പോ പിള്ളേർക്ക് പുറത്തുണ്ടാ ഉള്ള ഐസ്ക്രീമും ഉള്ള കോൾഡ് ഡ്രിങ്ക്സും എല്ലാം കേട്ട് ഉള്ളതിന് തേച്ചും ആര് വന്നോനും കേട്ടെല്ലാം മെങ്ങി കൊടുത്ത് വന്നിട്ട് നോക്കുമ്പോ 2 പനി. അങ്ങനെ 4 ദിവസം ലീവായി. അങ്ങനെ ഓനോട് ചോദിച്ച്, എന്താ മദ്രസയിൽ വരാത്തെ? അപ്പൊ ഓൻ പറഞ്ഞു, 4 നായി പനി. അല്ലെങ്കിൽ ഉമ്മ കടലാസിൽ എഴുതി കൊടുത്ത്, എന്റെ മോന് പനി ആയതുകൊണ്ട് 4 മദ്രസയിൽ വന്നിട്ടില്ല. ഓന് പനി, ഓന് അല്ലെങ്കിൽ ഇവിടെ ചുറ്റാൻ പോയത് ഫാമിലി മംഗളത്തിന് പോയെന്നല്ല. മോനോട് ചൊല്ലുന്ന, നീ കേട്ടെങ്കിൽ നീ മംഗളത്തിന് പോയതിനും ചെല്ലണ്ട, നീ സുഖമില്ല ഉസാറില്ല, തലേ മുമ്പെല്ലാം ചെല്ല്. ട്രെയിനിങ് കിട്ടിയാ? ഉദാഹരണം കിട്ടി. അങ്ങനെ 4 ദിവസം കഴിയുമ്പോ കുട്ടി ഹോംവർക്ക് ആക്കിയിട്ടില്ല. കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര എഴുതിയിട്ട് വരണമെന്ന് പറഞ്ഞിനി. കുട്ടിക്ക് എഴുതാൻ എന്താ സ്കൂളിൽ പോയിട്ട് ബിസിയിൽ പോകാൻ എഴുതാൻ മറന്നുപോയി. അങ്ങനെ രാവിലെ 7 മണിക്ക് അടിച്ചിട്ട് ഉമ്മ മദ്രസയിലേക്ക് പോകുമ്പോൾ ദൊണ്ണ എടുത്തിട്ട് പയ്യത്തും പോലും ഓർമ്മയായി. അല്ല, ഇത് എഴുതിയിട്ടില്ലല്ലേ, ഇത് ഇന്നലെ എന്തോ മൊബൈലിൽ നോക്കിയിട്ട് മോൻ മറന്നുപോയി. അങ്ങനെ എത്തുമ്പോ പകുതിക്ക് എത്തുമ്പോൾ ഇന്ന് ഏതായാലും ഉസ്താദ് 110 110 ഇതിന്റെ ഇയാളെ പ്രഷർ താകാൻ എന്നെ കൊണ്ടാവില്ല. ഓനവിടെ പോയിട്ട് എന്റെ തിണ്ണയിൽ പോയിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ ചങ്ങായിമാരൊക്കെ അപ്പുറമായി ഏതെങ്കിലും സമയം കറക്റ്ററിയല്ലോ, ബെല്ലടിക്കുമ്പോൾ സമയമല്ലോ. ആ സമയം തിരിച്ച് ഓൻ വർക്ക് പോയി, മദ്രസയിൽ വന്നിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് എഴുതി കൊണ്ടുവന്ന് അങ്ങനെ ഓനോട് ചോദിച്ചു, എന്താ ഇന്നലെ വരാത്തെ? തലനമ്പലം.
ഇത് കാണാനുണ്ടാ? ഒന്ന് തലനമ്പർ ഉണ്ടോ ഇല്ലേ എന്ന് കാണുന്ന കാലിന് പേച്ചായില്ലെങ്കിൽ കേൾക്കും. ഏടെ പേച്ചായിനെ കാണിക്കുന്നു, തലനമ്പലത്തിനെ കാണിക്കുന്ന ഇന്നോട് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവോ? പറയാൻ കഴിയോ? അല്ലെ? ആരാ കള്ളനാക്കിയത്? കളവ് പറയാനുള്ള ട്രെയിനിങ് ആരാ കൊടുത്തത്? ഇനി ഉസ്താദ് ഇനി പോയിട്ട് നിങ്ങൾ എന്തായി അന്തമാന്ന് കൊടുത്തിട്ട് വലിയ അന്താരാഷ്ട്ര ഖത്തീബിനെ കൊടുത്തിട്ട് നിർത്തിയിട്ട് അന്താരാഷ്ട്ര സദറിനെ കൊടുത്തിട്ട് ഇത് പഠിപ്പിച്ച് നിങ്ങളെ മക്ക ഈടുന്ന് പഠിച്ചിട്ടായിട്ടില്ലേ? ഇല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്ക് ശരിയായ ദിശാബോധം പഠിപ്പിക്കണം. സുബഹി നിസ്കാരം കളാക്കുന്നവര് വീട്ടിൽ വളർന്നൊരു കുട്ടി 10ാം ക്ലാസ് അല്ല ഇനി 25ാം ക്ലാസ്സോളം സമസ്തന്റെ സിലബസ് വന്നിട്ട് പഠിച്ചിട്ട് എന്തായി മദ്രസയിൽ എല്ലാത്തിനും A+ തന്നെ എടുത്തു വെക്കോ. പൊരയിൽ ഉപ്പ ഉമ്മ 7:30 മണിക്ക് 8 മണി അയങ്ങണിക്കുന്നില്ല. ആ പൊരയിൽ വന്ന വളർന്ന കുട്ടി ബർക്കത്തുള്ള കുട്ടിയാവൂല, ദീനീ ബോധമുള്ള കുട്ടിയാവൂല. സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാത്ത പൊരയിലത്തെ കുട്ടികള്, ആ കുട്ടികൾ മാതാപിതാക്കളെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. മഹാന്മാരായ ഫുഖഹാ പറയുന്നു, സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ ഉള്ള സമയം, അവർക്ക് അശുദ്ധിയുള്ള സമയമുണ്ട്, അന്നവർക്ക് നിസ്കാരമില്ല, നിസ്കാരം ഹറാമാണ്, നിഷിദ്ധമാണ്. ആ സമയത്ത് വരെ എന്റെ സഹോദരിമാർ കേൾക്കണം, ആ സമയത്ത് പോലും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവർ ഉറങ്ങരുത്. ഉറങ്ങിയിട്ട് വിടരുത്. എന്താ പെഞ്ഞാനെ പോയിട്ട് വിളിക്കുമ്പോ ഞങ്ങൾക്ക് നിസ്കാരമില്ല കൊന്തില്ലേ, ഞാൻ 9 മണിക്ക് കളിക്കുന്നേ. എന്നാൽ അന്ന് ആ ഭാര്യ അവിടെ നീ കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഓള് സൂര്യൻ ഉദിച്ചിട്ട് ഓൾ ഒണിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ കച്ചവടത്തില് എപ്പോഴും 2000 ലാഭം കിട്ടുന്നെങ്കിൽ അന്ന് 500 കിട്ടും. അത്ര എന്നെ ലാഭം കിട്ടിയത് എപ്പോഴും ലാഭം കിട്ടിയിട്ട് നമുക്ക് ഇനി വള വന്നിട്ട് പറഞ്ഞിട്ട് ലടയാക്കിണ്ട എന്നെ ആകെ അൽക്കുൽത്താവും. അങ്ങനെ നോക്കണ്ട, ബർക്കത്തുണ്ടാവൂല. കാരണം അള്ളാഹു റിസ്ക് കണക്കാക്കുന്ന സമയം എപ്പോഴാ? സൂര്യൻ ഉദിക്കുന്ന സമയത്താണ്. സുബഹി നിസ്കരിച്ചിട്ട് ആ സൂര്യന്റെ ഉദിക്കുന്ന സമയത്താണ് മനുഷ്യന്റെ അന്നത്തെ റിസ്ക് കണക്കാക്കുന്നത്. ഒന്ന് പോകലെ 4 മണിയോളം ഫെഡ് ലൈറ്റ് മാച്ചിന് പോയിട്ട് കളന്നിട്ട് പോകലെ കൂക്കം വെച്ച ബലിയിൽ കള്ളം വന്നെങ്കിൽ കൂടെ അവർക്ക് പിന്നെ അറിയല, അല്ലെ? കള്ളനും കൂടെ പൊടിച്ചിട്ട് പായും. അങ്ങനത്തെ സൗണ്ട് ഇരുന്നിട്ട് ഇപ്പൊ എന്തോ ഒരു സാധനം ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കൂർക്കം വെച്ചിട്ട് ഉറങ്ങുന്നേ. ഇറങ്ങിയിട്ട് 9 മണിക്ക് അടിച്ചിട്ട് കച്ചവടത്തിന് പോന്നെ. അന്നത്തെല്ലാം നാളെ അന്നത്തെ എല്ലാം ഔട്ട്. അതുകൊണ്ട് നിസ്കാരമില്ലാത്തൊരു സമൂഹമായി വളർന്നു വരരുത്. അശുദ്ധിയുള്ള സമയത്ത് പോലും കുട്ടികൾക്ക്, ആ ചെറിയ കുട്ടികൾക്ക് മാതൃകയാകത്തക്ക വിധത്തിൽ ആ സമയത്ത് പോലും എഴുന്നേൽക്കണം. റിസ്ക് കണക്കാക്കുന്ന സമയത്ത് ഹയാത്തിൽ പോകണം. അതുകൊണ്ടല്ലേ പറയുന്നത്, ഒരു സ്വബഹി നിസ്കരിക്കാൻ വന്ന കുറെ നല്ല മനുഷ്യന്മാർക്കുണ്ട്, കച്ചവടത്തിന് പോകുന്നവർക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പള്ളിയിൽ നിസ്കരിച്ചിട്ട് ഒന്നാകെ പറയുന്നത് ഖുർആൻ നോമ്പിന് ഖുർആൻ ഓതുമ്പോൾ ചങ്ങായിനോട് വെച്ച് കുറച്ച് ഓതിക്കൂടാൻ മോനെ, ഓതാനും മനസ്സിലാഞ്ഞിട്ടുള്ള സമയം കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നില്ല, ലേറ്റായി വർക്ക് വരുന്നില്ല. സ്വബഹി നിസ്കരിക്കുന്നവനോടും പറയുന്നു, സ്വബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങരുത്. സൂര്യൻ ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ നീ ഉച്ചയോളം 12 മണിയോളം ഉറങ്ങുക. കച്ചവടം ഞങ്ങൾക്ക് അല്ലേ? നിന്റെ കച്ചവടം പോയി നിനക്ക് ലോസായി നമുക്ക് എന്താ? നീ ഉറങ്ങുന്നത് മാങ്ങൽ ഉറങ്ങിക്കോ. ഇപ്പരെ 7 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നെങ്കിൽ സൂര്യൻ ഉച്ചതിന് ശേഷം മോങ്ങല കടന്നുറങ്ങിക്കോ. സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും, ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാവുകയില്ല. ഇതെല്ലാം കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മക്കളെ നല്ലവരാക്കി വളർത്തണം, മക്കൾക്ക് അതവ് പഠിപ്പിക്കണം, മക്കൾക്ക് പള്ളിയുമായിട്ടുള്ള ബന്ധമുണ്ടാക്കണം, ദീനുമായിട്ടുള്ള ബന്ധമുണ്ടാക്കണം, സ്വലാത്തുമായിട്ടുള്ള ബന്ധം അവർക്കുണ്ടാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കാൻ മക്കളോട് ഉമ്മമാർ പ്രത്യേകം ട്രെയിനിങ്ങുകൾ വീട്ടിൽ നിന്നുണ്ടാകണം. ആ ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി ആ ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക്, ഖലായിലേക്ക് പോകുന്നു എന്ന് വെച്ചു, ആ കുട്ടി വലതുകാല് വെച്ചിട്ടാണ് ആ കക്കൂസിലേക്ക് പോയതെങ്കിൽ ആ കുട്ടിയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കണം, മോനെ നീ മദ്രസയിൽ പഠിച്ചില്ലേ? ഇസ്ലാമിന്റെ സുന്നത്തെന്താണ്? പ്രവാചകന്റെ സുന്നത്തെന്താ? കക്കൂസിൽ പോകുമ്പോ ഇടതുകാല് വെച്ചിട്ട് പോകണം, തിരിച്ചു വരുമ്പോ വലതുകാല് കൊണ്ട് മന്ദിക്കണം. ഇടത്ത് പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലിയിട്ട് പോകണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ആ സമയത്ത് അങ്ങനെ 2 പ്രാവശ്യം കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്താൽ ആ കുട്ടിയിൽ സ്വഭാവം മാറ്റം വരൂലേ? അപ്പൊ ചിലപ്പോ ബുദ്ധിയുള്ള കുറച്ചോ കൊസണ്ടുകാരനായ ബുദ്ധിയുള്ള കുട്ടിയെങ്കിൽ ചോദിക്കും, അപ്പൊ ഉപ്പ നബിന്റെ ഉമ്മത്തിയല്ലേ ഉമ്മാന്ന് കേൾക്കും. ഉപ്പ നബിന്റെ ഉമ്മത്തിന് പെട്ട ആളല്ലേ? എന്തേ ഉപ്പ എപ്പോഴും ബലത്തെ കാല് വെച്ചിട്ട് പോന്നെ കാണുന്നു? ഉപ്പാക്ക് ഒരിക്കലും കക്കൂസിൽ പോകുമ്പോ തൊപ്പി വെക്കുന്ന ബുദ്ധിയില്ല. തലമറക്കൽ സുന്നത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? കക്കൂസിൽ പോകുമ്പോ ഉപ്പാക്കില്ല. ഉപ്പ ഞമ്മളെ നബിന്റെ ഉമ്മത്തിയല്ലേ, മൂസാ നബിന്റെ ഉമ്മത്തിയാന്ന് ചോദിക്കുമൊക്കെ. ആ ചോദിക്കലിന്റെ ഭയ നിങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അൽ വലദു സിർറു അബീ,
ബാപ്പാന്റെ ഉപ്പാന്റെ സിറാണ്, രഹസ്യമാണ് മക്കൾ. ഉപ്പ എങ്ങനെയുണ്ട് അങ്ങനെ തന്നെ ഒരു സ്വഭാവം ആ മക്കളിൽ ഉണ്ടാകും. ഏകദേശം ഉപ്പാന്റെ സ്വഭാവം മക്കളിലേക്ക് പകർന്നു വരും പാരമ്പര്യമായിട്ട്. അതുകൊണ്ട് ആ മക്കൾക്ക് നല്ല ഇസ്ലാമികമായ ബോധമുണ്ടാക്കി കൊടുക്കണം, ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. പ്രസവിക്കുന്ന സമയത്ത് ഇപ്പൊ പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്, പ്രസവിച്ചിട്ട് അപ്പന്റെ പേര് വെക്കുന്നത്. പെറ്റിട്ട് ഭൂമിയിലേക്ക് വരാൻ പുറത്തില്ല. ഇപ്പൊ അടുത്ത് ഒരു ചങ്ങായി എന്നോട് ചോദിച്ചു, 2 പേര് വേണോ? ഞാൻ ചോദിച്ചു, എസ്റ്റേറ ഓന് പ്രസവിക്കാനായിട്ട് ഡെലിവറിന്റെ ടൈമായിനി. അങ്ങനെ ഡേറ്റ് പറഞ്ഞിനി 10-ാം തീയതിക്ക് പ്രസവത്തിന്റെ ഡേറ്റ്. ഡോക്ടർ 9-ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിനി, 10-ന് പ്രസവിക്കുന്നു പറഞ്ഞിനി. 2 പേര് വേണോ? അപ്പൊ ഞാൻ നേരെ ചോദിച്ചപ്പോ തമാസല്ല, എസ്റ്റേറ്റ് 2 കുഞ്ഞു ഉണ്ടാക്കിയിട്ടാകും. അല്ല അത് ജണ്ടേലല്ല, ഒരു ആണ്ട് ഒരു പെണ്ണിന്റെ ആണായെങ്കിൽ പെണ്ണായെങ്കിൽ പേര് സ്റ്റോക്ക് വേണമല്ലേ വെച്ചിട്ട് അപ്പന്നെ ഭൂമിയിലേക്ക് വരാൻ പുറത്തിൽ അപ്പന്നെ വിളിക്കണോ? ആര് പഠിപ്പിച്ചു സുന്നത്ത്? ആരാ നിങ്ങൾക്ക് ഈ സുന്നത്ത് പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ സുന്നത്ത് എന്താണ്? പ്രവാചകന്റെ സുന്നത്ത് എന്താണ്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പുതിയതെല്ലാം ട്രെൻഡ് ബാലക്കറു ഒന്നാകെ എന്താവും ദുനിയാവൂടി വെച്ചിട്ട് 10-20-25 ലക്ഷം രൂപ പ്രസവിച്ചിട്ടാകുമ്പോൾ ചെലവാക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിന് മക്കളെ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവുക? ഇസ്ലാമികമായി പ്രവാചകന്റെ സുന്നത്ത് എന്താണ്? കുട്ടി പ്രസവിച്ചാൽ 7-ാമത്തെ ദിവസമാണ് കുട്ടിക്ക് പേര് വെക്കേണ്ടത്. 7-ാമത്തെ ദിവസമാണ് കുട്ടിക്ക് പേര് വെക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല പേര് വെക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ആ പേര് വെക്കേണ്ട സമയങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? 7-ാമത്തെ ദിവസം പേര് വെക്കണം. ആ പേര് വെച്ചിട്ട് പിന്നെന്താക്കണം? ആ കുട്ടിയെ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് അറുത്തിട്ട് അറവ് നടത്തണം. എന്നിട്ട് പിന്നീട് മുടി കളയണം. ഇസ്ലാമിന്റെ നിയമം അതല്ലേ, സുന്നത്തായ രീതി അതല്ലേ. എന്നിട്ട് ഇപ്പൊ തന്നെ പേര് സ്റ്റോക്ക് നിന്റെ പേര് വെക്കുന്നതിന്റെ യോറബ്ബനോ ദുനിയാവിന് നമുക്ക് ഏറ്റവും ഭാരമുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ പേരിന്റെ അർത്ഥം ചെല്ലൽ തന്നെ ഭയങ്കര മുസീബത്ത്. യോറബ്ബന ഓരോരുത്തരും പെറ്റിട്ട് 40 തൊട്ടിൽ കടത്തിയിട്ട് കുട്ടി നടക്കാനായി. എന്നിട്ട് പേര് സെലക്ട് ആവുന്നില്ല. എന്നിട്ട് ഈ നെട്ട് നല്ല എടുത്തിട്ട് എന്തെല്ലാം വന്നിട്ട് എന്നിട്ട് ഏതോ ഒരുത്തന് എന്നിട്ട് നമ്മൾ കേൾക്കാണ്ട് കണ്ടിട്ടില്ലേ? അർത്ഥം വന്നില്ലേ? ഇതിന്റെ പേരിന്റെ അർത്ഥം വന്നില്ലേ? ഞാനടുത്തനോട് പറഞ്ഞ് നിന്റെ പേരിന്റെ അർത്ഥം വെക്കാൻ അതിനക്ക് അർത്ഥം മാന വെക്കാൻ പഠിച്ചതല്ല, ഞാൻ മസാല പഠിക്കാൻ പോയിന മോനെ. നീ ആരെങ്കിലും പേരിന്റെ അർത്ഥം വെച്ചപ്പോ പഠിക്കുന്ന ഉസ്താദിന്റെ പോയിക്കോ. പെണ്ണുങ്ങ കുടുംബത്തിൽ എല്ലാവരും കൂടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഉണ്ട് അബ്ദുള്ള ഉണ്ടല്ലേ, അവിടെ ഉണ്ടല്ലേ, ഇബ്രാഹിം അത് ആടെ കുടുംബത്തിൽ ഉണ്ടല്ലേ. പിന്നെ എന്ത് ചെല്ലട്ട് സുബ്ഹാനല്ലാഹ്. ഇനി 10-20 കൊല്ലം കഴിഞ്ഞെങ്കിൽ ഇബ്രാഹിം ഇത് ആദം ഇദ്രീസ് എന്നല്ല കേട്ടെങ്കിൽ ഏത് ജാതി നേക്കും? കാലം അങ്ങനെ ഇല്ല. ഇപ്പൊ ഉണ്ടാ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേട്ടെ, ഒരു 20 വയസ്സിനേക്കാളും ഉള്ളിലുള്ള ആൾക്കാർ ആദം എന്ന് പേരുള്ള ഒരു ബാലക്കാരൻ നമ്മുടെ നാട്ടിലുണ്ടാ? നൂഹ് എന്നുള്ള ഒരു പേരുള്ള ആളുണ്ടാ? ഞാൻ ചോദിക്കണ്ട. ഇല്ല. അബ്ദുള്ള അബ്ദുള്ള ഇപ്പൊ കൂട്ടിയിട്ടല്ല വെക്കുന്ന അതിന് ബർക്കത്തിന് വെച്ചിട്ട് ഇതിനെ വിളിക്കാനൊരു പേര്, ഈ ആധാർ കാർഡിൽ കൊടുക്കാനൊരു പേര്, അങ്ങനെ വെച്ചിരിക്കണല്ലോ പേര്. നമ്മൾ വിളിക്കുന്നതാണ് ഏറ്റവും നല്ല പേര്. പണ്ടൊരുത്തന്നെ ഒരു കുട്ടിക്ക് ഒരു ആൺകുട്ടിയായി, അപ്പൊ അബു എന്ന് പേര് വെച്ചാൽ അപ്പൊ ആൾക്കാരെല്ലാം ചോദിച്ചു എന്ത് അബു അതിന്റെ അപ്പുറം എന്തില്ലേ? അപ്പൊ പറഞ്ഞാൽ ഞാനിപ്പോ തീരുമാനിച്ചിട്ടില്ല, നേരെ ഭയങ്കര ബക്കറാക്കാം, ഓരോ ഭയങ്കര പൂജാനാക്കാം. ഓന്റെ ബുദ്ധി നല്ല എങ്ങനെ അബൂബക്കറിനാക്കാം, വേറെ പോയെങ്കിലും അബൂജാൽ തന്നെ ആക്കിട്ട് വിടാലോ. പിന്നെ പേരിനെ മര്യാദ എടുക്കുന്നതിന് സ്വന്തം ഞമ്മക്കന്നൊരു മക്കള് സ്വാലിഹീകളാകണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു എന്നതാണ്, നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ വിളിക്കപ്പെടുന്നത് ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വ അസ്മാഇ ആബായികും ഫഅഹ്സിനു അസ്മാഅകും ഇന്ന അഹബ്ബ അസ്മാഇകും ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ മഹ്ശറ ലോകത്തേക്ക് എത്തിയാൽ നമ്മളെ വിളിക്കുന്നത് അബ്ദുൽ അസീസ് എന്നതോടുകൂടെ എന്റെ മകനാണെങ്കിൽ എന്റെ മകന്റെ പേര് ഉസൈർ ആണെങ്കിൽ ഉസൈർ ഇബ്നു അബ്ദുൽ അസീസ്. അപ്പൊ എന്റെ മകന്റെ പേര് ചീത്ത പേരാണെങ്കിൽ കോടാനക്കോടി മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ, ഹബീബായ നബി തങ്ങളുള്ള മഹ്ശറ, അതുപോലെ മഹാന്മാരായ ബദരീങ്ങളുള്ള മഹ്ശറ, മഹാന്മാരായ സ്വഹാബത്തുള്ള മഹ്ശറ, 1,24,000 വരുന്ന പ്രവാചകരുള്ള മഹ്ശറ. ആ മഹ്ശറയിൽ ഒരു വിളിയാളം വിളിച്ചു കേൾക്കുന്നു, ഇന്നാലിന്ന് മംഗല ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ താലൂക്കിന്റെ ഇന്നാലിന്ന് ബടക്കോടി ഗ്രാമത്തിൽപ്പെട്ട ഇന്നാലിന്ന് മുഹമ്മദിന്റെ മകൻ എന്ന് ഡാസ് ഒരു ഇസ്ലാമിനോട്
അതിനോട് യോജിക്കാത്തൊരു പേരാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കോടാനക്കോടി ജനങ്ങൾ പ്രവാചകന്മാർ മുഴുവനും അവിടെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ട് തിരിക്കും. പടച്ചോനെ, പ്രവാചകന്റെ മനസ്സിൽ സങ്കടമാകും, എന്റെ പേര് വെക്കാൻ മനസ്സുണ്ടായില്ല. ബദരീങ്ങൾ 313ഓളം വരുന്ന ബദരീങ്ങളെ പേരുണ്ടായിരുന്നു, അതിലൊരു പേരവനിക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നല്ല പേര് വെച്ചോ. മാതാപിതാ ഹഖുൽ വലദി അലൽ വാലിദി അയ്യുഹ്സിന ഇസ്മുഹു ഇദാ വലദ അയ്യുഅല്ലിമഹു ഇദാ അഖല അയ്യുസവ്വിജഹു ഇദാ അദറക സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതയാണ്. എന്താണ്? നല്ല പേര് വെച്ചു കൊടുക്കണം. ഏതെങ്കിലും സിനിമക്കാരന്റെ പേരല്ല. പണ്ടൊരുത്തന് സമൂസ എന്ന് പേര് വെച്ചു. എന്താണ് സമൂസ എന്ന് പേര് വെക്കാൻ കാരണം? ഇങ്ങനെ ഒരുപാട് ബാസൂർ എന്ന് പേര് വെച്ച കഥകളൊക്കെ കേട്ടില്ലേ? മുഹമ്മദ് ഉപ്പാന്റെ പേര് ബഷീർ, അതുപോലെ ഉമ്മാന്റെ പേര് ആസുറ. അങ്ങനെ ജണ്ടാള് കൂടിയിട്ടായല്ലേ ഇത്? അല്ലേ? രണ്ടാളും കൂടിയിട്ടാമല്ലോ ഒന്നാന്നേ. അപ്പൊ എന്തായി? ഓള് പറഞ്ഞ് എന്റെ സ്പെല്ലിംഗ് വേണോ, ഓന് പറഞ്ഞ് എന്റെ സ്പെല്ലിംഗ് വേണോ. അപ്പൊ ഏതായാലും മോള് പറഞ്ഞ് ഏതായാലും നിങ്ങളാണല്ലേ, നിങ്ങളത് ഫസ്റ്റ് കേട്ട് എന്റത് പിന്നെ മതി. അങ്ങനെ ബഷീറിന്റെ BA എടുത്ത് ബായ്, ആസുറാന്റെ SUR എടുത്ത് ബാസൂർന്നായി. അപ്പൊ അതിനെന്തായി? നല്ല വിളിക്കാൻ നല്ല സൂപ്പർ പേര് ബാസൂർ, നല്ല സൂപ്പർ. ഏടിയില്ല കുടുംബത്തിൽ, ഏടിയില്ല എല്ലാവരോടും സ്റ്റാറ്റസ് എല്ലാം ഇട്ട് നോക്കി, ഏടിയില്ല എല്ലാം പാസ്. അപ്പൊ അതിനൊരെന്തായി? ഇസ്ലാം അതിനൊരു ബിസ്മി കൂട്ടുന്ന മാതിരി എന്തായി? പൊള്ളടുത്ത കള്ളു കുടിച്ചു പറഞ്ഞാൽ ഞാൻ കള്ളു കുടിച്ചതിന്റെ ബിസ്മി കൂട്ടിനെ കുടിച്ചിനെ. പച്ച ഹറാം, കുടിക്കൽ ഹറാം, അതിന്റെ മേലെ ബൈനേക്കാൾ തനി ഹറാം. കള്ളു കുടിച്ചിട്ട് ഇത് ബിസ്മി കൂട്ടിട്ട് കള്ളു കുടിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ എന്തായി? ഓൻ എന്താ കാര്യം? മുഹമ്മദ് എതിർക്കൊരു എല്ലാം അങ്ങനെയല്ലേ. പേരിന്റെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് കൂട്ടും. ഇപ്പൊ എല്ലാം ഉണ്ട് ഉപ്പന്മാരുടെ പേരിലെ കൂട്ടുന്ന അവരത്തിന്. ഇപ്പൊ പണ്ട് അബ്ദുൽ പണ്ട് കാലത്തുണ്ടായ പോലെ ഓരോ പേര് 1 കിലോമീറ്റർ ഉണ്ട്, അതിന് പട്ടികയിൽ ഉൾക്കൊള്ളുന്നില്ല. ഹലോ സാർ, ഞാൻ മദ്രസയിലില്ല. എന്നോട് ഉസ്താദ്മാർ കുറെ ആൾ പറയുന്നു, ഉസ്താദേ പേര് എഴുതുന്ന കോളം ഇപ്പൊ മതിയാവുന്നില്ല. അങ്ങനത്തെ യുദ്ധത്തിന്റെ പേര് വരുന്നത്. യുദ്ധത്തിന്റെ പേര് വിളിച്ചിട്ട് വിളിക്കുന്ന അങ്ങനെ ബച്ചു കുച്ചു കച്ചു തീർന്നാണ്. അതിനൊരു നേരെ വിളിക്കണ്ടേ? വിളിക്കാനറിയുന്ന ഷോർട്ട് കട്ട് പേര് എത്ര ഉണ്ട്? അങ്ങനെ എന്തായി? ബാസൂറിനെ BA എടുത്തിട്ട് ബായ് ബാസൂർ, മുഹമ്മദ് ബാസൂർ, നല്ല പേര. അങ്ങനെ അവൻ അങ്ങനെ വളർന്ന് വന്ന് ബാസൂർ 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 പാട്ടും പാടിയിട്ട് വളർന്ന് വന്ന് 1ാം ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെ പുസ്തകത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ പേരെന്ത് എന്നെല്ലാം കേട്ട് അപ്പൊ ചൊല്ലി മുഹമ്മദ് ബാസൂർ. ആര് നിനക്ക് പേര് വെച്ചിനെ? ആരെന്നറിയാലോ, എന്നെ എല്ലാവരും വിളിക്കുന്ന ബാസൂർ. അങ്ങനെ എന്തായി? ആചാർക്ക് ഫോണാക്കി. പള്ളി സദർ ഉസ്താദ്, ഓക്കെ നിങ്ങളെ പുള്ളിയാ മുഹമ്മദിന്റെ മോനാത്, ഇന്ന് വെക്കൂ. മോന്റെ പേരെന്ത്? അപ്പൊ ഇയാൾക്ക് ചെല്ലാൻ അറിയുന്നില്ല. ഇയാള് മരിയോളെ വിളിക്കുന്നത്, മോന്റെ പേരെന്ത്? മുഹമ്മദ് ബാസൂർ. അവന് ഉസ്താദ് പറഞ്ഞ അതിനെ നല്ല മാറ്റണം ആചാര, അത് ഇത്ര ശരിയില്ല, അതിനർത്ഥം ശരിയില്ല. എന്താ അതിന്റെ അർത്ഥം? മുഹമ്മദ് ബാസൂർ എന്ന് പറഞ്ഞാൽ മൂലക്കുരു. മൂലക്കൂരിന്റെ സീക്കിന് മരുന്നെടുക്കുന്നില്ല. മൂലക്കൂരിന്റെ സീക്കിന് കുറെ ആയുർവേദിക്ക് മരുന്നുണ്ട്. മൂലക്കൂരിന്റെ അത് ഭയങ്കര രോഗമാണ്. ഈ രോഗം ഓനെ എല്ലാവരും പള്ളിയിൽ നിന്ന് ഉസ്താദ് വിളിക്കുന്ന ബാസൂർ, അവിടുന്ന് വിളിക്കുന്ന ബാസൂർ. മക്കത്ത് പോയിട്ട് ഓന്റെ ഉപ്പ അജിന് പോയിട്ടുണ്ടെങ്കിൽ ഉമ്മർ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കേൾക്കുന്ന ബാസൂർ എങ്ങനെയുണ്ട്? അള്ള ഉത്തരം, ഓന്റെ വിളിക്ക് ഉത്തരം കൊടുത്തു. ഓന് ബാസൂറിന്റെ രോഗം വരാൻ പറഞ്ഞ് ബണ സാരിക്ക് പേര് വെച്ചാലുണ്ട്. ഞാൻ തന്നെ ഒരു ചങ്ങാനോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, തിരുത്തണോന്ന്. സാരിക്ക് എന്ന് പറഞ്ഞ കള്ളനും. കാരണം നല്ല ഉച്ചരിക്കാൻ നല്ല പാങ്ങണ്ടായ കൈ. അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്, ഈമാനുള്ള മനുഷ്യനൊക്കെ ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് വെച്ചോ, എന്നിട്ട് 1,24,000 വരുന്ന പ്രവാചകൻ ഓരോന്ന് പേര് നമുക്കറിയില്ല. 25 നബിമാരെ പേര് ഖുർആനിലുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് അത് പഠിക്കൽ നമ്മുടെ അഖീദയാണ്, അറിയൽ നമ്മുടെ നിർബന്ധമാണ്. 25 നബിമാരുടെ പേര്, 25 നബിമാരുടെ പേര്, 313ഓളം വരുന്ന ബദരീങ്ങളെ പേര് ചെല്ലാന് കാണാതെ അറിയുന്നില്ലെങ്കിൽ പല്ലും ഒരു കിതാബിലില്ലേ? പരകുടിയാകുമ്പോ ഓതിയിട്ടില്ലേ മൊരുത്? അതിൽ 313 പേരിൽ ഒരു പേര് നമ്മളെ മോനി പുള്ളിക്ക് സെട്ടാന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഈമാൻ നമ്മൾ ചിന്തിച്ചാ മതി. എന്ത് ഈമാനെ നമുക്കുള്ള ആ ബദരീങ്ങളോട് നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ? പെണ്ണുങ്ങൾക്ക് ഒന്നാകെ മാനസികാവസ്ഥ, ആ പേരും പറ്റലേ. പെണ്ണുങ്ങൾക്ക് 6 മാസമായിട്ട് പേര് സെലക്ട് ആവാത്ത ആളുണ്ട്. ഏടെത്തി ദുനിയാവിന്റെ അവസ്ഥ? നല്ല ബർക്കത്തുള്ള ആളുകൾ നല്ല പേര് വിളിക്കണം, നല്ല സമയത്ത് വിളിക്കണം, സ്വാലിഹീങ്ങളെ കൊണ്ട് വിളിപ്പിക്കണം പേര്. നമ്മളെ കുട്ടീനെ കൊണ്ടുപോയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് കൊണ്ടുപോയത് കഅബ ശരീഫിന്റെ അടുക്കലേക്കല്ലേ? ആ
നബി തങ്ങൾക്ക് പേര് വിളിച്ചത് അവിടെയല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം ലോബാനോളം ഉയർത്തുന്ന അത്രയും വലിയ മഹത്വമുള്ള ആ ജാഹിലിയ കാലഘട്ടത്തിൽ വരെ പരിശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പ്രവാചകൻക്ക് പേര് വെച്ചത്. അവിടെ കൊണ്ടുപോയത് നമ്മളെ മക്കളെയും സ്വാലിഹീങ്ങളെ കൊണ്ട്, നാട്ടിലുള്ള സ്വാലിഹീങ്ങൾ, ഇനി തങ്ങന്മാർ ഉസ്താദന്മാർ എന്നാണൊന്നില്ല, നാട്ടിൽ നിങ്ങളെ കുടുംബത്തിൽ നല്ല ഇബാദത്തുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകും, നല്ല ഇബാദത്ത് ചെയ്യുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പാപ്പന്മാരുണ്ടാകും കുടുംബത്തിൽ. അവരെ കൊണ്ടെന്താക്കണം? പേര് വിളിപ്പിക്കണം, നല്ല പേരുകൾ വിളിക്കണം. ആ നല്ല പേരുകളെ കൊണ്ട് വിളിച്ചാൽ നാളെ മഹ്ശറ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, അഭിമാനത്തോടെ രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ പ്രസവിച്ചാൽ 7ാമത്തെ ദിവസമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 7ാമത്തെ ദിവസം അന്ന് തന്നെ എന്താക്കണം? ആ കുട്ടിയുടെ തലമുടി ഹൽക്ക് ചെയ്യണം. ഇസ്ലാമിന്റെ സുന്നത്താണ്. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു, ആ കുട്ടിയുടെ ഗർഭപാത്രത്തിൽ കടന്ന കുട്ടിയുടെ തലയിലുള്ള മുടി പല രോഗങ്ങൾക്കും പല രോഗാണുക്കൾക്കും അത് കൂടിക്കലർന്നതായിരിക്കുന്ന രോമങ്ങളാണ്. ആ രോമങ്ങളെ 7ാമത്തെ ദിവസത്തിനേക്കാളും അപ്പുറം വെച്ച് പോകരുത് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, 7 ദിവസം എന്നവർ പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്ന എത്രയും പെട്ടെന്ന് ഈ മുടിയെടുക്കണമെന്ന് വൈദ്യശാസ്ത്രമാണ്. എന്നാൽ 1400 മുമ്പ് ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പടി കയറാത്ത ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു 7ാമത്തെ ദിവസം മുടി കളയണം, 7ാമത്തെ ദിവസം പേര് വെക്കണം, അത് കഴിഞ്ഞിട്ട് അഖീഖ അറുക്കണം. അഖീഖ അറുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ആ മുടി കളയുക എന്നുള്ളതും ആ പേര് വെക്കുക എന്നുള്ള സുന്നത്തും നിർബന്ധമായും 7ാമത്തെ ദിവസം ചെയ്യണം. അതിന് പുതിയ കിടാവിന്റെ ഉപ്പ ദുബൈയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് 40ാമത്തെ ദിവസം വെക്കുന്നേ, കാക്കാറ് വരുന്നെന്ന് പറഞ്ഞിട്ട് കാത്തു വെക്കുന്നേ, ആരെങ്കിലും കുടുംബത്തിൽ ചങ്ങായിമാർ ഫാമിലി ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞിട്ട് ഈ മുടിനെ വെച്ച് നടക്കുന്ന രോഗങ്ങൾ ഉണ്ടാകും. കുട്ടികളുടെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്? ഇനി ആ 7ാമത്തെ ദിവസം കഴിഞ്ഞ് കുട്ടിയെ വെന്റിലേറ്ററിലോ മറ്റോ ഐസിയുലൊക്കെ ആയി അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ 14ാമത്തെ ദിവസം, പിന്നെ അതും കഴിഞ്ഞാൽ 21ാമത്തെ ദിവസം, അങ്ങനെ പല ഓപ്ഷനുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മളെ തുടക്കത്തിൽ തന്നെ ആ കുട്ടികളെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാത്ത വിട്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ബാങ്ക് എല്ലാവരും കൊടുക്കുന്നത്, അല്ലെ? ബാങ്ക് എല്ലാവരും കൊടുക്കുന്നത്. എപ്പോ കൊടുക്കുന്നത്? എല്ലാം കൊടുത്തിട്ട് അവിടെ ഹോസ്പിറ്റലിലെ ഒച്ചപ്പാട് കേട്ടിട്ട് ഇവിടെ JCBന്റെ സൗണ്ടും അതുപോലെ തന്നെ അപ്പുറത്ത് ട്രെയിനിന്റെ ഗുളിയും ഫ്ലൈറ്റ് വരുന്നെങ്കിൽ അതിന്റെ സൗണ്ടും എല്ലാം കേട്ടിട്ടല്ല ആയെന്ന് പിന്നെയാണ് ഈ കുട്ടികളെ നമ്മളെ കയ്യിൽ തരുന്നത്. പ്രസവിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങളെ ഭാര്യയെ കൊണ്ടുപോയിട്ട് നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോ ഡോക്ടർമാർ റിക്വസ്റ്റ് ചെയ്യണം, ഞങ്ങളെ കണ്ടീഷൻ ഉണ്ട്, പ്രസവിച്ച ഉടനെ ചോര കുഞ്ഞോളെ ആ ചോര കഴുകുന്നൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന കുഞ്ഞിന്റെ രക്തം നമ്മുടെ കയ്യിലായി പോലെ പ്രശ്നമില്ല. ആ കുട്ടിനെ വളരെ പെട്ടെന്നായി ഞങ്ങളെ കയ്യിൽ തരണം. നമ്മളെ കർമ്മം ചെയ്യാനുണ്ട്. ആദ്യമായി കേൾപ്പിക്കേണ്ടത് ബാങ്കിന്റെ ശബ്ദമാണ്. ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്നുള്ള നർസിമാരെല്ലാം കൊണ്ടിട്ട് കുളിപ്പിച്ചിട്ട് ഈ പോലത്തെ തുണി കൊണ്ട് മുണ്ട് കൊണ്ട് അതെല്ലാം കേട്ടി ഇതെല്ലാം കേട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഇബ്ലീസ് പോയിട്ട് കൂടിയിട്ടായി. ഇബ്ലീസ് ആടെ പോയിട്ട് കൂടി കെട്ടിട്ടായി. പിന്നെ ഓന് കൊടുക്കുന്ന അതും ബാങ്ക് നേരെ കൊടുക്കുന്ന ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒരു ബാങ്ക് ശരിക്കും കൊടുക്കാൻ അറിയോ? നല്ല ബാങ്ക് കൊടുക്കാൻ അറിയുന്ന കൂട്ടത്തിലുള്ള ഒരാളെ കൊണ്ടുപോകണം. ആ കുട്ടിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുപ്പിക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുപ്പിക്കണം. എന്നിട്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നു. അതിന്റെ പിന്നെ ചെയ്യുന്നു ഒരു താണിക്കത്ത് ചെയ്യൽ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സുന്നത്തുണ്ട്, മധുരം കൊടുക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് അസ്മാഹ് ബിൻത് റളിയല്ലാഹു തആല തന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഇതെന്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞിനിക്ക് മധുരം കൊടുക്കണം, തങ്ങളെ നാവ് കൊണ്ട് തങ്ങളെ വായ കൊണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടിയ ഈത്തപ്പഴം അതാ അവിടുന്ന് അസ്മാഹ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് ആദ്യമായി വെച്ച് കൊടുത്തത് റസൂലുള്ളാഹി തങ്ങളെ ഉമിനീര് കലർന്ന ഈത്തപ്പഴമായിരുന്നു. ആ കുട്ടി ലോകത്ത് തുല്യതയില്ലാത്ത മഹാനായി മാറി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്തായിരുന്നു ചരിത്രം പറയുന്നു. അസ്മാഹ് ബിബി എപ്പോഴും പറയാറുണ്ട്, ഈ എന്റെ മകന്റെ ഫവർ അത് അല്ലാഹ് ഈ കുട്ടിയുടെ നാവിലേക്ക് വായിലേക്ക് ആദ്യമായി കടന്നുകൂടിയത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് കലർന്നതിന്റെ ഫലം ആ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ
തങ്ങളെ വായിൽ നിന്ന് അതിന്റെ മണം എപ്പോഴും അടിച്ചു വീശുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിപ്പോക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുട്ടിയായാൽ ഇപ്പൊ കഴിഞ്ഞ 8 10 വയസ്സായ കുട്ടീനെ കൊണ്ടിട്ട് മധുരം കൊടുത്തിട്ട് ഗുണമില്ല. ഓനെ കൊണ്ടിട്ട് ഇതൊക്കെ ഈത്തപ്പായം കൊടുത്തിട്ട് തുപ്പിട്ട് കൊടുത്തെങ്കിൽ നമ്മളെ മുഖത്തേക്ക് വലിച്ചെറിയും. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ ഇനിയുള്ള തലമുറകൾ നന്നാക്കേണ്ട ബാധ്യതയല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞ് എന്നെപ്പോലെ പറഞ്ഞു ഒന്നെങ്ങനെ അങ്ങനെ ആയിപ്പോയി, എന്നെങ്കിലും ശരിയാണോ നോക്കാലോ അല്ലെ? എന്നെങ്കിലും ഒന്ന് ശരിയാണോ നോക്കാം. ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് സ്വാലിഹീങ്ങളെ കൊണ്ട്, ഞാൻ പറയുന്നു, ഞാൻ എന്റെ കുട്ടികൾക്ക് എന്നെ പഠിപ്പിച്ച ഉസ്താദിനെ കൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഉസ്താദിനെ കൊണ്ട് ഈത്തപ്പഴം മന്ത്രിപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തു. അതിന്റെ ഒരു ഫലം അള്ളാഹു നിലനിർത്തി തരട്ടെ, ആ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അപ്പൊ നമ്മളെ കുടുംബത്തിലോ നാട്ടിലോ ഉള്ള ഏതെങ്കിലും ഒരു സയ്യിദിനെ കൊണ്ട്, ഒരു തങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള നല്ല ആബിദായ മനുഷ്യരെ കൊണ്ട്, കളവ് പറയാത്ത ദിക്ർ ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് പുരട്ടിയ വായിലിട്ട ആ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, അതുമല്ലെങ്കിൽ തേന്, ആ തേന് കൊണ്ട് ആ കുട്ടിയുടെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുത്താൽ ആ കുട്ടിയിലൂടെ ദീനിയായ ചലനങ്ങൾ ഉണ്ടാകും. ആരുടെ വായിൽ നിന്നാണോ ഉമിനീർ ആദ്യമായി എത്തിയത്, ആ എത്തിയവന്റെ സ്വഭാവം ആ കുട്ടിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തുകളാണ്. എത്ര കാലമായി നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കിയോ? നമ്മൾ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എന്തായി, ഇന്ന ഹോസ്പിറ്റൽ ബുക്കിംഗ് 3 മാസം മുന്നേ എന്തായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്കാനിങ് സെന്ററെല്ലാം സ്വന്താക്കിയല്ലോ, എന്നെ പിന്നാലെ പോയി കൊണ്ടുപോയിട്ട് അഡ്മിറ്റായി, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. ഇസ്ലാമികമായിട്ട് നമ്മളെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട് കടമകൾ നമ്മൾ നിർവഹിച്ചിട്ടില്ല. ആ മക്കൾ സ്വാലിഹീങ്ങൾ, അങ്ങനെ വളർത്തിയ കുട്ടികൾ, അങ്ങനെ ജനിച്ചു വന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ നല്ലവരായി വളർന്നു വരും. ആ വീട്ടിൽ അന്തരീക്ഷം നല്ല അന്തരീക്ഷത്തോട് വളർന്നു വരും കുട്ടികള്. അതിനാദ്യമായി ചെയ്യേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് 10 15 18 വയസ്സാകുമ്പോ ഇതാ നീ മീറ്റ് നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ കൈക്കാല് പൊളിച്ചിട്ട് ഞാൻ നിന്റെ പേരന്റെ ഉള്ളിൽ വലിച്ചു പുറത്തിടും. അപ്പൊ ഓൻ ചെല്ലും മനസ്സിന്റെ ഉള്ളില്, ഇപ്പൊ നിങ്ങൾ അപ്പം പറയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇട്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ടൈം വരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ബെസ്സായിട്ട് നിങ്ങൾ കൈകാലല്ല വിളിക്കുന്നത്, നിങ്ങളെ തേച്ചു നടുമുള്ളു വിളിച്ചിട്ട് ഉള്ളിലേക്ക് ഇടുന്നു പറയും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പൊന്നാര സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നല്ല ഇസ്ലാമികമായ ബോധമുണ്ടാക്കി കൊടുക്കണം, പള്ളിയുമായി ബന്ധമുണ്ടാക്കി കൊടുക്കണം, മദ്രസുമായി ബന്ധമുണ്ടാക്കി കൊടുക്കണം, ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം, നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളായി പോയ കുട്ടികളുണ്ടെങ്കിൽ അവരെയെല്ലാം ഒന്ന് ഉപദേശിച്ച് ഇൻഷാ അല്ലാഹ് മഹല്ല് കമ്മിറ്റിക്കാരായ നിങ്ങൾ അവരെ വിമർശിച്ചുകൊണ്ട് നന്നാക്കാൻ സാധ്യമല്ല. അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത്, ഉപദേശിക്കുന്നവരെ കണ്ട് ഉപദേശിച്ച് കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കി നല്ലവരായി ജീവിച്ച് മരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കണം. വിശുദ്ധമായ റജബ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നു. ശഅബാൻ നമ്മളിലേക്ക് സമാഗതമാകാൻ പോകുന്നു. ഇനി വരാനിരിക്കുന്നത് വിശുദ്ധമായ റമളാൻ. ഈ റമളാൻ മാസങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നാടിലൂടെ ഐക്യത്തോടെ, സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ, ഒരുമയോടെ, തമ്മിലൂടെ ഐക്യത്തോടെ, ആരോടും പിണക്കമില്ലാതെ, ആരോടും അനൈക്യമില്ലാതെ, തമ്മിൽ കുഴപ്പങ്ങളില്ലാതെ മഹല്ല് ബഹുമാനിച്ചുകൊണ്ട് മഹല്ല് കമ്മിറ്റി, നാട്ടിനെ ഭരിക്കുന്ന നേതാക്കൾ നാട്ടുകാരെ, പ്രജകളെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, പള്ളിയുടെ ഇസ്സത്തിന് വേണ്ടി, മദ്രസയുടെ ഇസ്സത്തിന് വേണ്ടി ആലിമീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നല്ല മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാൻ ശ്രമം നടത്തണം. മരണപ്പെട്ടു പോയപ്പോഴും നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം, അവരെ നമ്മൾ സ്മരിക്കണം. നാടിലൂടെ കഷ്ടപ്പെടുന്നവരെ നമ്മൾ സഹായിക്കണം. എല്ലാ നിലക്കും സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ, ഒരുമയോടെ ജീവിച്ച് മരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ 2 വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ, മാലിക്കുൽ മുലൂക്കായ, കരുണക്കടലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി, സൽക്കർമ്മങ്ങളായി നമ്മൾ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇവിടെ ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉമർച്ച ഇന്നലെയും 2000 സംഭാവന ചെയ്ത് ഇന്നും ഒരു 3000 സംഭാവന ചെയ്തിട്ടുണ്ട്. റഹ്മത്തുർ-റഹീമീനായ രാജസയ്യിദായ തമ്പുരാനെ, അദ്ദേഹം ചെയ്ത ആ മഹത്തായ സംഭാവന നീ കബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്
അദ്ദേഹത്തിന്റെ സർവ്വ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. മരിച്ചവർക്ക് അതിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ ഹസീനാർ സാഗർ മരിച്ചുപോയ കുടുംബത്തിന്റെ പേരിൽ അതുപോലെ ഉമ്മാപ്പാന്റെ പേരിലൊക്കെ ദ്വാരക്കാൻ വേണ്ടി 1000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ കബൂൾ ചെയ്യണം റഹ്മാനെ. അതിന്റെ പരിപൂർണമായ സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്കുള്ള ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും നീ ബറക്കത്ത് നൽകണം അല്ലാ. അദ്ദേഹത്തിന്റെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ ಇಬ್ರಾಹಿಂ ಬರೆ ಮರಣ ಹೊಂದಿದ ಅತ್ತೆ ಹಾಗೂ ಮೊಮ್ಮಗನ ಹೆಸರಿನಲ್ಲಿ ಮಗಫಿರತ್ ಮತ್ತು ಆಫಿಯತಿಗಾಗಿ ದುಆ ಮಾಡಲು 500 ರೂಪಾಯಿ. അള്ളാഹുവിനെ കബൂൾ ചെയ്യണം റഹ്മാനെ. മരിച്ചവർക്ക് അതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ പുള്ളിക്ക് പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും നൽകണം അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ഒരു പെണ്ണുങ്ങളെ ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടി 1200 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. നീ കബൂൾ ചെയ്യണം റഹ്മാനെ. ആ പെണ്ണുങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. നീ റാഹത്തും സന്തോഷവും നൽകണം അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ബാസ് 500 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. നീ കബൂൾ ചെയ്യണം റഹ്മാൻ. അബ്ബാസിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. ജീവിതത്തിൽ വലിയ ഖൈർ നൽകണം അല്ലാ. അതുപോലെ നമ്മുടെ ജമാഅത്തിന്റെ ഉപാധ്യക്ഷൻ മദനുസ്താദ് 500 രൂപ നീ കബൂൾ ചെയ്യണം അല്ലാ. മദനുസ്താദിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അതുപോലെ തന്നെ സാറമ്മ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുങ്ങള് 500 രൂപ സംഭാവന ഈ മഹത്തായ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ട്. നീ കബൂൾ ചെയ്യാനുള്ള ഖദീജമ്മ എന്ന് പറയുന്ന പെണ്ണ് നീ കബൂലാക്കണം റഹ്മാനെ. ആ പെണ്ണുങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. ആ പെണ്ണുങ്ങൾക്കും നമുക്കും ആഫിയത്തോടുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഉസ്താദ് ആർക്കും സംഭാവന നൽകിയവർക്കൊക്കെ, പിന്നെ പ്രത്യേകിച്ചും നാളെയാണ് നമ്മുടെ സ്വലാത്തിന്റെ വാർഷികം നടക്കുന്നത്. മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ വാർഷികം നടക്കും. അപ്പൊ യുവാക്കളൊക്കെ ഇൻഷാ അല്ലാഹ്, യുവാക്കളും സഹോദരന്മാരും നേതാക്കളും എല്ലാവരും മഗ്രിബ് നിസ്കാരത്തിന് തന്നെ പള്ളിയിലേക്ക് വേഗം വന്നിട്ട് നമ്മൾ വന്നിട്ട് സഹകരിക്കണം. 10 മണിനപ്പുറം നമുക്ക് പോവാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പെണ്ണുങ്ങൾ മഗ്രിബ് നിസ്കരിച്ച ഉടൻ എത്രയും പെട്ടെന്നായി ഇൻഷാ അല്ലാഹ് വരണം. അതിന് പുറമെ എല്ലാ പെണ്ണുങ്ങളും ഇൻഷാ അല്ലാഹ് ഒരു 50-ൽ കുറയാത്ത 10-ല്, അതിനപ്പുറം എത്രയാവും, 100 ആവും, 200 ആവും, 500 ആവും. സ്വലാത്തിന്റെ മജ്ലിസിലേക്കാണ്. വലിയ ബർക്കത്തുള്ള സദസ്സാണ്. തങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇൻഷാ അല്ലാഹ് നല്ലപോലെ 10-ലൊക്കെ ഇൻഷാ അല്ലാഹ് 6 മണിക്ക് മുമ്പായിട്ട് എല്ലാരും കൊടുത്തിട്ട് സഹകരിക്കുക. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ജമാഅത്തിന്റെ ചെറുപ്പക്കാർ സഹോദരന്മാർ കുറച്ച് ബിയം വരണം, എന്നല്ലെങ്കിൽ കെട്ടൊക്കെ ആക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ഇൻഷാ അല്ലാഹ് സഹകരിക്കണം എല്ലാരും. അള്ളാഹുവൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വിജയത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ. ഇതിന്റെ എല്ലാ സ്വഭാവം ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ, കാണുന്നല്ലേ. നാളെ നമ്മളും ഇതുപോലെ ഒരു ദിവസം മരിച്ചു കിടക്കേണ്ടവരാണ്. അവരും നമുക്ക് ദ്വാരക്കണം. നമ്മളെ ശേഷം വരുന്നവർ നമുക്ക് വേണ്ടി എന്താക്കണം, ദ്വാരക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു മാതൃകയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവർക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ചെറിയൊരു ദുആ നടത്തും. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും കൃത്യം വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് പിന്നെ ഉസ്താദ് ഒരു കൈമുസാഫാത്ത് ചെയ്യണം എല്ലാവരും എനിക്ക്. ഇൻഷാ അല്ലാഹ് കൈമുസാഫാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചില്ലര സംഗതിയൊന്നുമല്ല. കൈമുസാഫാത്ത് ചെയ്യുക, ആലിംഗനം ചെയ്യാന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞത് അവർ പിന്നെ ആ വിട്ടുപിരിയുന്ന ആ സമയത്ത് അവർക്കുള്ള ചെറുദോഷങ്ങൾ പൊറുക്കുന്ന. അപ്പൊ അത്രത്തോളം മഹത്തുള്ളതാണ് ഈ ഹസ്തദാനം ചെയ്യുക, ആലിംഗനം ചെയ്യുക എന്നുള്ളത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നടിച്ചിട്ട് വരിക. അള്ളാഹുക്ക് കബൂലാക്കട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. എല്ലാം അല്ലാഹു നമ്മൾ കബൂൽ ചെയ്ത് ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റേജിൽ, ഒരുപാട് നമ്മുടെ ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അർത്തിക്കര ഇബ്രാഹിം ഹാജി ഒക്കെ ഉണ്ട്, അതുപോലെ നമ്മുടെ സർവാജി അദ്ദേഹം ഒക്കെ മുമ്പേ പരിചയമുള്ള വ്യക്തികളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ ജബ്ബാറൊക്കെ മുമ്പേ കൂട്ടുകാരനാണ്. അങ്ങനെ ഒരുപാട് പരിചയമുള്ള മുഖങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ വരാനും നിങ്ങളെ കാണാനും നിങ്ങളുമായി ഒരൽപ്പം ചില കാര്യങ്ങൾ സംസാരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വർഗത്തിലെത്തുന്നത് വരെ നമ്മുടെ ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരു 3 തഹ്ലീൽ, ഒരു 3 അസ്തഗ്ഫിറുല്ലാ, ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് മരിച്ചവർക്ക് വേണ്ടി അത് ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. കുറച്ചാണ്, 3 ആണെങ്കിലും 3 അല്ലാഹ് കബൂലാക്കി 1 മതിയാവും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. നല്ല മനസ്സറിഞ്ഞുകൊണ്ട് ഇതുവരെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാഫാക്കണമെന്ന നിയത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله، لا إله إلا الله، لا إله إلا الله. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഈ 4 ദിക്ർ സ്വലാത്തുകളെ ഒരാൾ 40 വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്നാണ്. 70 ആണെന്ന അഭിപ്രായമുണ്ട്. 40 വട്ടം ഈ 4 പറഞ്ഞതിനെ ഓരോന്നിനെ 40 വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഇജാബത്ത്. 40 വട്ടം ചൊല്ലാൻ സമയമില്ലാത്തതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ അത് വീട്ടിൽ ചൊല്ലി ദുആ ചെയ്യണം. ദുആയിലൊക്കെ എന്നെയും കുടുംബത്തിനെ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ റഹീമുൽ മസാകീനായ അല്ലാഹ്, നിന്റെ മഹലായ ഫദ്ൽ കൊണ്ട് വീതിയായ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ. ചെല്ലിയ ഉപദേശങ്ങൾ അല്ലാഹുവെ പറഞ്ഞതും കേട്ടും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ ദീനിൽ നിരക്കാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ മജ്ലിസിനോട് അതവുകേടാകുന്ന നിലക്കുള്ള വല്ല വാക്കുകളോ അറിയാതെയോ അല്ലാഹുവെ അശ്രദ്ധ കൊണ്ട് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയുടെ മുമ്പിലാണ്, ബഹുമാനിക്കുന്ന സ്ഥലമാണ്. അല്ലാഹുവെ ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചു കിടക്കുന്ന ഈ മൈതാനിയിലാണ്. റബ്ബേ അല്ലാഹു ഞങ്ങൾക്ക് നീ മാഫാക്കി തരണേ അല്ലാഹ്. ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലും ഈമാനിലും തഖ്വയിലുമായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളെ സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ പിരിസം വെച്ചവർ, ഞങ്ങൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ അല്ലാഹ്. ബേജാറ് വിഷമങ്ങൾ ഹമ്മുകളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. ചെറുതും വലുതുമായ സർവ്വ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് സുഖമില്ലാതെ വിശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് നീ രോഗശമനം നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ ആഫിയത്തും ആരോഗ്യം നൽകണേ റഹ്മാൻ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായി നീ ആയുസ് നീളമാക്കി കൊടുക്കണേ റഹ്മാൻ. എന്ത് രോഗമുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. അവരെ തണലും അവരെ സന്തോഷവും ഒരുപാട് കാലം കാണുവാനും കൂടുവാനും അനുഭവിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ രോഗികളായിട്ടുണ്ടാകും. എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഓരോരുത്തരുടെ കച്ചവട ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ചെയ്യുന്ന എല്ലാ കച്ചവടത്തിലും നിന്റെ കാവലും ബർക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഹലാലായ നിലക്കുള്ള നിഅമത്ത് ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ ഭാര്യമാരിലും ഞങ്ങളെ സന്താനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഖിയാമത്ത് നാളോളം
പാരമ്പര്യം, ഞങ്ങളുടെ സന്താന പാരമ്പര്യങ്ങളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആലിമീങ്ങളും ആഫിദീങ്ങളും മുഖ്ലിസീങ്ങളും മുവഹിദീങ്ങളുമായ നല്ല മുത്തഖീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിച്ച് നല്ല നിലക്ക് ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളുടെ മക്കളുടെ മക്കൾ ഖിയാമത്ത് നാളോളം വരുന്ന സന്താന പാരമ്പര്യങ്ങളെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ബിദ്അത്തുകാരുടെ ഫാസിഖീങ്ങളുടെ തമ്മാടികളുടെ ഷർറുകളെ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ജമാഅത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐക്യം യോജിപ്പും സ്നേഹം നൽകണേ റഹ്മാനെ. ഈ ജമാഅത്തിൽ കുടികെട്ടി താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും നീ റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ വീട്ടിലും നീ നിഅമത്ത് നിലനിർത്തണേ അല്ലാഹ്. എല്ലാ വീട്ടിലും സന്തോഷം നിലനിർത്തണേ റഹ്മാനെ. എല്ലാ വീട്ടുകാർ ചെയ്യുന്ന കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ മറ്റു നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം നീ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ പോയവർക്ക് സന്തോഷത്തോടെ വന്നുകൊണ്ട് മാതാപിതാക്കളെ ഭാര്യ മക്കളെ കാണുവാൻ കേൾക്കുവാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അർഹമർ റഹീമിനായ റബ്ബേ, മജ്ലിസിൽ ഒരുപാട് പ്രായമുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പിഞ്ചു മക്കളുണ്ട്, ഒരുപാട് സഹോദരന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇൽമിൽ ബറക്കത്തും സിയാദത്തും നൽകണേ റഹ്മാനെ. അതനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം നിന്റെ ദീനിന് വേണ്ടി സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഒരുപാട് കാലം ദീനി ദഅവത്ത് നടത്താനുള്ള തൗഫീഖും ഹിമ്മത്തും അതിനുവേണ്ട കഴിവും ആഫിയത്തും ആരോഗ്യം അറിവും എല്ലാം നീ ഏറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ ഖാദിമീങ്ങളായി നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹലായ ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടുകാർ ആരാണോ അവർക്കെല്ലാം നീ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പഠിക്കാൻ പോയ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, പണം തന്നവർ, ഏതെല്ലാം നിനക്ക് സഹായിച്ചവർ ഈ നാട്ടിലും പരനാട് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ മഹലായ ഫദ്ൽ കൊണ്ട് വീതിയായ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡന്റ്, മുസീബാത്തുകളത്തെ സർവ്വശറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ പിഞ്ചു മക്കൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. അത്തരം ദാരുണ മരണങ്ങൾ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കൂട്ടുകുടുംബാദികൾ നീ കാക്കണേ റഹ്മാനെ. പറഞ്ഞതിന്റെ, കേട്ടതിന്റെ, കൊടുത്തതിന്റെ സന്തോഷം ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഞങ്ങളെ കൂട്ടുകുടുംബാദികൾ മരിച്ചുപോയവർ, ഇന്നത്തെ ദിവസം എന്റെ കുടുംബത്തിൽ മരിച്ചുപോയ സഹോദരനടക്കം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉസ്താദുമാർന്ന് മരിച്ചുപോയവർ എല്ലാവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. വെളിച്ചമാക്കണേ അല്ലാഹ്. ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഹജ്ജും പ്രയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെയ്ത ഹജ്ജും ഉംറകളും നീ ഖബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തവണ ആവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം എത്ര ഇസ്സത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, റാഹത്തോടെ ജീവിച്ച് മരിക്കാൻ നേരത്ത് കാമിലായ ഈമാനോടുകൂടി സ്വർഗ്ഗം കണ്ട് സന്തോഷത്തോടുകൂടി മരിച്ച് നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ സ്വാലിഹീങ്ങളെ ജീവാരിലായി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ഒരുമിച്ച് കൂടുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, സഹായിച്ചവർ, ഈ മജ്ലിസിൽ കൂടിയവർ, ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിച്ചവർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ സംഭാവന കൊടുത്ത് ഉസ്താദ് പേര് വായിച്ച ഓരോരുത്തർക്കും, ഇത് നല്ല മൈക്കിന്റെ സൗണ്ടിന്റെ എല്ലാ വ്യവസ്ഥകൾ ചെയ്യുന്ന ഓപ്പറേറ്റർമാർ, അതിന് വേണ്ടി കുറിച്ചതിന്റെ ആളുകൾ, ഇതിനു വേണ്ടി എല്ലാ വ്യവസ്ഥ ചെയ്ത എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ദുആകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജത വലാ ദൈനൻ ഇല്ലാ അദൈത വലാ മരീദൻ ഇല്ലാ ശഫീത വലാ സിഹ്റൻ ഇല്ലാ ബതൽത വലാ ദുവൻ ഇല്ലാ ദമ്മർത വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇയ്യാക ലനാ സ്വലാഹ് ഇല്ലാ ഖളൈതഹാ വയസ്സർതഹാ യാ റബ്ബൽ ആലമീൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. بداء النبي المصطفى محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരിമാരെ, കവറൊക്കെ ഇൻഷാ അല്ലാഹ് തന്നിട്ടുണ്ട് നിങ്ങളടുത്ത്. അപ്പൊ നാളെ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ കരുതി നല്ലൊരു സംഭാവന അതിൽ നിശ്ചയിപ്പിച്ച് ഇൻഷാ അല്ലാഹ് തരിക. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും.